ഇന്ന് പകൽ നേരം കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചതിനോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ വെള്ളിയാഴ്ചയും നമ്മൾ പലവിധ വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കുവാൻ സ്തോത്രം പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമ്മൾ സ്തോത്രം ചിന്തിക്കുവാൻ ആത്മാവിൻ്റെ പദ്ധതികളെയും വഴികളെയും നമ്മൾ ചിന്തിക്കുവാൻ ഇടപെട്ടതിനോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശപിക്കാതെ സ്തോത്രം അനുഗ്രഹിക്കുവാനായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, അല്ലേ? സ്തോത്രം. ദാനിയേല് സ്തോത്രം താൻ ദർശനം വെളിപ്പെടുത്തുവാൻ, രാജാവ് കണ്ട ദർശനം വെളിപ്പെടുത്തുവാനായിട്ട് ചെന്നപ്പോ സ്തോത്രം അവൻ സ്തോത്രം ഇത് നിന്റെ വൈരികൾക്കും നിന്റെ പ്രതികൂലങ്ങൾക്കും വരട്ടെ, നിന്റെ ശത്രുക്കൾക്ക് ഈ കണ്ട ദർശനം ശത്രുക്കൾക്ക് വരട്ടെ എന്നൊക്കെ ആമുഖമായിട്ട് ദാനിയേലിനോട് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ ഒടുവിൽ കണ്ടു അതൊരിടത്തും പോയില്ല, അത് നെബൂഖദ്നേസറിന്റെ മേൽ തന്നെ വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ ശാപവാക്ക് പറയുവാനല്ല, നമ്മൾ അനുഗ്രഹിക്കുക. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വർഗമാണെന്ന് നമ്മൾ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമായിരുന്നു നമ്മളൊന്ന് ചിന്തിച്ചത്. ഇന്ന് മറ്റൊരു ഭാഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. നമുക്ക് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 8:13. റോമർ 8-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ നേരം ഞങ്ങളോട് സംസാരിക്കണമേ അപ്പാ. കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് സഭയ്ക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണം, ബലപ്പെടുത്തണമേ അപ്പാ. ഞങ്ങളുടെ ഉള്ളത്തെ കർത്തന്റെ സന്നിധിയിൽ പകരുന്നു. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ദൈവസന്നിധിയിൽ നമ്മൾ ഇന്ന് പകൽ നേരം ചിന്തിക്കുന്ന ഭാഗം ഇതാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. അടുത്തത് ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ റോമാലേഖനം സ്തോത്രം എഴുതപ്പെടുന്ന സമയങ്ങളിൽ സവിസ്തരമായി ദൈവശാസ്ത്രപരമായ ഒത്തിരി വിഷയങ്ങൾ, മനുഷ്യന്റെ മാനസാന്തരം, നീതീകരണം, ദൈവത്തിന്റെ നീതി, മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥ, മാനവരാശിയുടെ വീഴ്ച, വീണ്ടെടുപ്പ് എന്നുള്ള വിഷയങ്ങളെല്ലാം ശക്തമായി ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ റോമാലേഖനം എന്ന് പറയുന്നത്. ഈ റോമാലേഖനത്തിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം അതിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ സ്തോത്രം പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവർ മുന്നേറേണ്ടത് എന്നുള്ള വിഷയം വളരെ ശ്രദ്ധേയമായി സ്തോത്രം ഉദ്ധരിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വിഷയങ്ങൾ ഈ അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ പുസ്തകം തന്നെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നീതി എങ്ങനെ ഭൂമിയിൽ വെളിപ്പെട്ടു, ദൈവത്തിന്റെ നീതി എങ്ങനെ മനുഷ്യർക്ക് വെളിപ്പെടുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചു, ഇതിന് സ്വർഗം എന്താണ് ചെയ്തത്, ഇന്ന് ഭൂമിയിൽ ആരാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ദൈവമക്കളെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത്, എന്തിനായിട്ടാണ് ദൈവം മക്കളെ ഭൂമിയിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയമെല്ലാം സവിസ്തരം വെളിപ്പെടുത്തുകയാണ് ഈ അധ്യായങ്ങൾ, വിശേഷാൽ റോമാ ലേഖനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിന്റെ അകത്ത് സ്തോത്രം നമ്മൾ ഇവിടെ വായിക്കുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പോൾ മരണം എന്ന ഒരു പദം ഇവിടെ നമ്മൾ കാണുകയാണ്. മരണം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോ മരണം സ്തോത്രം 2 വിധത്തിലുണ്ട്. ശരീരത്തിന്റെ മരണവുമുണ്ട്, ആത്മാവിന്റെ മരണവുമുണ്ട്. ആമേൻ. മരണം എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവസന്നിധിയിൽ നിന്നുള്ള വേർപാടിനെയാണ് മരണം എന്ന് ഉദ്ദേശിക്കുന്നത്. വേർപെട്ടു പോകുക എന്നാണ് അതിന്റെ സ്തോത്രം അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്തോത്രം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ശരീരത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപെടുന്നതിനെ ഒരിക്കലും മരണമെന്നല്ല ദൈവവചനം പറയുന്നത്, നിദ്ര എന്നാണ് പറയുന്നത്. അപ്പോൾ
നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഉണരുന്നതിനാണ് നിദ്ര പ്രാപിക്കുന്നത്. എന്നാൽ മരണം എന്ന് പറഞ്ഞാൽ അത് ഉണരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ മരണത്തിലേക്ക് വീഴപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കലും പിന്നെ സ്വതന്ത്രം ഉയർക്കണമെന്നുണ്ടെങ്കിൽ അവൻ വെള്ള സിംഹാസന ന്യായവിധിയിലാണ് ഒരു മനുഷ്യൻ, പാപ മനുഷ്യന്റെ ഉയർപ്പ് പിന്നീട് നടക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സംബന്ധിച്ച് നാം സ്വതന്ത്രം ഹല്ലേലൂയ നമ്മൾ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നാം ഉറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വായിക്കുന്ന ഈ ലേഖനത്തിൽ, ഈ അധ്യായത്തിൽ കുറിക്കുന്ന വിഷയം മറ്റൊന്നാണ്. എപ്പോഴാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വീണ്ടും മരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നത് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ എല്ലാവരുടെ അകൃത്യം പുത്രന്റെ മേൽ ചുമത്തി പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്തത് നിമിത്തം നമുക്ക് പാപമോചനം ലഭിച്ചു, വീണ്ടും ജനനം ലഭിച്ചു. അങ്ങനെ സ്വതന്ത്രം നമ്മൾ പാപികളായി ജനിച്ച നമ്മുടെ അകൃത്യങ്ങളെ പുത്രന്റെ ശരീരയാഗത്താൽ പിതാവിന്റെ സന്നിധിയിൽ കുഞ്ഞാന്റെ രക്തനിമിത്തം നമ്മൾ നീതീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാപമറിയാത്തവനാകുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരയാഗ നിമിത്തം കാൽവറിയിൽ തകർക്കപ്പെട്ട തന്റെ അനുഭവ നിമിത്തം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവരാജ്യം അവകാശമായി തരുവാൻ തക്കവണ്ണം അവർക്ക് വീണ്ടും ജനനം നൽകി. വീണ്ടും ജനിച്ചവർ നിദ്ര പ്രാപിച്ചാലും അവർ ഉണരും. യേശു ക്രിസ്തുവിന്റെ മടവിങ്ങി വരവിങ്ങള് കാഹളനാദത്തിൽ അവർ ഉണരുവാൻ ഇടയായിത്തീരും. മരിച്ചവർ മുമ്പേ ഉയർക്കും. ജീവനോട് ശേഷം നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോക ജീവിതം ഇവിടെ അവസാനിക്കുകയും നാം യേശു ക്രിസ്തുവിനോട് കൂടെ പറന്നു പോകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല, നിലനിൽക്കുന്ന ഒരു നഗരമില്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു ശരീരമില്ല. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ ശരീരം നാം പ്രാപിച്ച് പുതുവാന ഭൂമിയെ കടന്ന് നമ്മൾ ദൈവ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുവാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഈ ഭാഗ്യ പദ്ധതിക്കായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പുത്രനാകുന്ന യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40-ാമത്തെ ദിവസം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ ചെന്ന് പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവായ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ അപേക്ഷ പ്രകാരം പിതാവിന്റെ തിരുഹൃദയത്തിലുള്ളവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാനസാന്തരപ്പെട്ടവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരുടെ മേൽ പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെന്തക്കോസ് നാൾ മുതൽ 2024 ഈ നവംബർ മാസം വരെയോ പെന്തക്കോസിന്റെ അനുഭവം ഇന്നും ദൈവസഭയ്ക്കകത്തുണ്ട്. പെന്തക്കോസിന്റെ അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് വളരെ നിലനിൽക്കുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവ രാജ്യത്തിനായി ഒരുങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വളരെ നമ്മളെ രൂപാന്തരപ്പെടുത്തി പിതാവിന്റെ സന്നിധിയിൽ വെളിപ്പെടുത്തുകയാണ്. അതാണ് നമ്മളെ കുറിച്ചുള്ള പിതാവിന്റെ ഹിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം അവന്റെ സന്നിധിയിൽ പറന്നു പോകുവാനുള്ള കാലം അടുത്തു വരികയാണ്. അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കണം? ഹല്ലേലൂയ, ദൈവസഭ ഒരുക്കപ്പെടണം. ദൈവസഭ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനം നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെന്ന സ്തോത്രം ഹല്ലേലൂയ കാര്യസ്ഥനെ നമുക്ക് സ്വർഗം നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളിൽ ഇരിക്കുകയും ജീവന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തുകയും നമ്മുടെ ആത്മാവ് ഒരുക്കപ്പെടുകയും ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ അനുസരിക്കാതെയും ഇരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമായി തീരുന്നുള്ളൂ. കരങ്ങൾ ഉയർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭയങ്കര ഒരു പ്രത്യാശ, ഈ വലിയ പ്രത്യാശയാണ് ഏതൊരു ദൈവവൈദ്യന്റെ ഉള്ളത്തിൽ വളരെ ജ്വലിക്കേണ്ടത്. എന്റെ നിത്യമായ ഭവനത്തിലേക്ക് ഞാൻ പോകുവാൻ കാലമായി, യേശുവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുവാൻ കാലമായി. അവിടെ എനിക്കൊരു ഭവനമുണ്ട്, അവിടെ അനേക വാസസ്ഥലമുണ്ടെങ്കിൽ എനിക്കും അവിടെ ഒരു വാസസ്ഥലമുണ്ട്. യഥാർത്ഥത്തിൽ പറയുന്ന അനേക കൊട്ടാരങ്ങൾ സ്വർഗത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ഇടം എനിക്കൊരു വാസസ്ഥലം, ഒരു കൊട്ടാരം എനിക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അതാണ് എന്റെ പ്രത്യാശ. എന്നെ കേൾക്കുന്നവർ, വീണ്ടും ജനിച്ചവർ, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവരോ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഈ പ്രത്യാശയുണ്ട്. ഉയരത്തിൽ ഒരു ഭവനമുണ്ട്. അവിടെ ചെന്നെത്തുകയും കർത്താവ് തന്നെ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അപ്പോൾ ഈ വലിയ പ്രത്യാശയ്ക്കായിട്ടാണ് കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇതിനു വേണ്ടി ഇവിടെ ഒരു ജയകരമായ ജീവിതം നമ്മൾ നയിക്കണം. ഒരു ജയകരമായ ജീവിതം നാം ഇവിടെ നയിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ,
ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് ചിലര് ഇതിനെ ഈ ജയകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി രക്ഷിക്കുക സ്നാനപ്പെട്ട് കൃപയിൽ വന്നിട്ട് ഒത്തിരി പണം ഉണ്ടാക്കുന്നവര് പ്രസംഗം, ചിലരുടെ പ്രസംഗം അങ്ങനെയാണോ? ഒത്തിരി പണം ഉണ്ടാക്കാൻ കർത്താവ് നിന്നോടുകൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വലിയ വലിയ വീടും പ്രസ്ഥാനങ്ങളും വെക്കാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഭൗതികമായ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും, തീർച്ചയാണ്. പക്ഷെ അതല്ല എന്റെ പ്രസംഗ വിഷയം. എന്റെ പ്രസംഗ വിഷയം എനിക്ക് നിത്യമായൊരു ഭവന സ്വർഗത്തിലുണ്ട്. എന്നെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുവാൻ പോവുകയാണ്. അവൻ എന്നെ ചേർത്ത് അവന്റെ രാജ്യത്തിൽ ചേർക്കും. അതാണ് എന്റെ പ്രത്യാശ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലക്ഷ്യം തെറ്റിയ പ്രസംഗങ്ങൾ ഒത്തിരി പേര് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇന്ന് മനസ്സിലാക്കണമേ, എനിക്ക് വേണ്ടി കർത്താവ് കഷ്ടം സഹിച്ചത് ഈ ഭൂമിയിൽ വെച്ചാണെങ്കിൽ ഈ ലോകം ദൈവപുത്രന് ക്രൂശ് മരണം വിധിച്ചെങ്കിൽ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ യോഗ്യമായത് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഈ ലോകത്തെ സ്നേഹിക്കുന്ന പ്രസംഗങ്ങളും ആശയങ്ങളും മുന്നോട്ട് വെക്കും. അങ്ങനെയല്ല തിരുവെഴുത്തെന്ന് പറയുന്നവരെ ഏകകണ്ഠമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത അവരെ അസ്തോത്രം, ഹല്ലേലൂയ. ഈ പരിജ്ഞാനമില്ലാത്തവരാ, വിവേകമില്ലാത്തവരാ, ജീവിക്കാൻ അറിയത്തില്ലെന്ന്, ഇങ്ങനെയൊക്കെയാണ് അവരുടെയൊക്കെ വ്യാഖ്യാനം. ജീവിക്കാൻ അറിയത്തില്ലെന്ന്. ഹല്ലേലൂയ. കള്ളന്മാര് നല്ലപോലെ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ സമൃദ്ധി മുഴുവനും മോഷണത്തിന്റെ പിന്നാമ്പുറവാ. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഏതൊരു മോഷ്ടാവും സുഖമായിട്ട് ജീവിക്കും. പക്ഷെ ഒരിക്കലും അവരെ കിടന്ന ഇരിപ്പുറക്കില്ല. എന്നാന്നറിയാവോ? കേൾക്കുന്ന ശബ്ദം എല്ലാം പോലീസ് വണ്ടി വരുന്നതും അവൻ ജയിലിലേക്ക് പോകുന്നതും രാത്രി കൈകൊണ്ടിന് ഇടി കിട്ടുന്നതൊക്കെ ആയിരിക്കും അവന്റെ സ്വപ്നത്തിൽ കാണുന്നത്. സ്വസ്ഥതയില്ല. ഞാനൊരു കാര്യം പറയാം, ലോകത്തെ പ്രസംഗിക്കാനല്ല കർത്താവ് വിളിച്ചത്, ദൈവരാജ്യം വെളിപ്പെടുവാൻ പോകുകയാണ്. തനിക്ക് പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ യേശു ക്രിസ്തു വേഗം വരികയാണ്. ആമേൻ. അതിന് ലോക സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടായിരിക്കുന്നത്. അളവ് ഇതൊന്നും ചിലർക്ക് കേൾക്കാൻ താല്പര്യമില്ല. ചിലർ ഇത് കേൾക്കാതെ ചെവി പൊത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനും അവർക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനും അവർക്ക് മോഹിച്ച വഴിയിലൂടെ നടക്കുകയൊക്കെ ചെയ്യും. ഞാനൊരു കാര്യം, പരാജയപ്പെട്ടു പോകും കേട്ടോ. ഹല്ലേലൂയ. പരാജയപ്പെട്ടു പോകും. എന്നാൽ അതിന് ഇടം വരാതിരിക്കേണ്ടതാണ് ഇവിടെ ജയകരമായ ഒരു ജീവിതം നയിക്കേണ്ടത്. എങ്ങനെയാ ജയകരമായ ജീവിതം നയിക്കേണ്ടത്? അതാണ് നമ്മൾ വായിച്ച വാക്യത്തിന്റെ അകത്ത് പ്രധാനമായ വിഷയം. വായിച്ച ആ വാക്യം ഒന്നും കൂടെ വായിക്കാം നമുക്ക്. കണ്ടോ, ജഡം ഈ ലോകത്തിലുള്ളതാണ്. അതിനെ അനുസരിച്ച് ജീവിക്കേണ്ട സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ ലോകമോഹവും ലോകസുഖവും വല്ലാതെ ത്രസിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല ഒരുത്തിന്. അവൻ ലോകത്തെ അനുസരിച്ച് ജീവിക്കണം. അവൻ എന്ത് ചെയ്യും? അവൻ ജഡത്തെ അനുസരിച്ചേ പറ്റുള്ളൂ. അവന് മോഹിക്കുന്നതും അവൻ ആഗ്രഹിക്കുന്നത് ഒരു മുടക്കവും കൂടാതെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? ജഡീകരാണവർ. ഹല്ലേലൂയ. അവർക്ക് എനിക്ക് ഇന്നതാ തോന്നുന്നത്, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇന്നത് മേടിക്കണം, എനിക്ക് ഇന്നത് ചെയ്യണം, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണമെങ്കിലും ജഡീകരാണ്. കാര്യം അവരുടെ ജഡ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ കണ്ടോ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. കണ്ടോ, ആ മരണം എന്താണ്? വീണ്ടും ജനനം പ്രാപിച്ചിട്ട് വീണ്ടും ജഡ സ്വഭാവത്തിൽ ഇരിക്കുന്നവർക്ക് അവർ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ സ്പെഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പകർന്നാണ് ക്രിസ്തു ഈ സഭയെ വസിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവ് തനിക്ക് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് തുല്യമായി തീരുവാൻ നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ജീവിക്കുക, അങ്ങനെയുള്ളവർ മരിക്കുമെന്നാണ് പറയുന്നത്. മൂക്കിൽ പഞ്ഞി വെച്ച് ശവപ്പെട്ടിയിൽ വെച്ച് കൊണ്ടുപോയി അടക്കുന്ന മരണത്തിന്റെ കാര്യമല്ല, അതിന്റെ ആത്മാവ് വീണ്ടും മരിക്കും. ഹല്ലേലൂയ. ആത്മാവിന്റെ വീണ്ടുമുള്ള മരണത്തിൽ എന്തു സംഭവിക്കും? അവൻ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് അപ്പോസ്തലൻ പറയുന്ന അടുത്ത പദം ശ്രദ്ധിക്കണം. അടുത്ത പദം എന്താ അവിടെ പറയുന്നത്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. കണ്ടോ, ശരീരത്തിന്റെ പ്രവർത്തികളെ കണ്ടോ മരിപ്പിക്കുന്നു എങ്കിൽ ഇത് ഞാൻ ചെയ്യണം. ഞാൻ അതിന് എന്താ ചെയ്യേണ്ടത്? ഞാൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. ഞാൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകത്തിലേക്ക് ഒരിക്കലും നമ്മളെ തിരിക്കുന്നില്ല. ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് ലോകസുഖത്തിലേക്ക് ഒരിക്കലും നമ്മളെ തിരിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് ദൈവം തരും. മനസ്സിലാക്കണം. ബാക്കി ഒന്നിലേക്ക് നമ്മുടെ കണ്ണു തിരിയരുത്.
മറ്റേതിലേക്കെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശ്വാസം തിരിയുന്നുവെങ്കിൽ മനസ്സിലാക്കണം, അകത്തിരുന്ന് നിന്റെ കണ്ണ് തിരിക്കുന്നത് മറ്റൊരാത്മാവ, പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. ചിലർക്ക് ലോകത്തിൽ എന്തെങ്കിലും ഇപ്പൊ സഹോദരം ഹല്ലേലൂയ സഹോദരം സഹോദരന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വഴിയിലിറങ്ങിയാൽ വാഹനം ഒരു വലിയ പ്രിയവാ അല്ലേ? ചിലർക്ക് ഭവനങ്ങൾ വലിയ പ്രിയവാ. ചിലർക്ക് എന്തൊക്കെയാണോ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് അതെല്ലാം പ്രിയവാ. പുതിയത് മേടിച്ച് കൈവശം വെക്കുന്നവനാണ് ബുദ്ധിമാൻ. ഈ ഒരു ആശയമാണ് ലോകം പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവൻ തിരിച്ചറിയണം, ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ, വാക്യം വായിച്ചേ, നിങ്ങൾ ജീവിക്കും. എനിക്ക് ബോധിച്ചതുപോലെ, എനിക്ക് ഇഷ്ടം പോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്നോണം. കാര്യം അവരിൽ ഇരിക്കുന്നത് മറ്റൊരാത്മാവാണ്. മനസ്സിലാക്കണം. അപ്പൊ പറയാം, അവര് ഞങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റൂന്നേ. പരിശുദ്ധാത്മാവില്ലാതെ പള്ളിയിൽ പോകാൻ പറ്റും, പരിശുദ്ധാത്മാവില്ലാതെ പാട്ട് പാടാൻ പറ്റും, പരിശുദ്ധാത്മാവില്ലാതെ 10 പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവല്ലാതെ 1 മണിക്കൂർ പ്രസംഗിക്കാനും പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വിഷയത്തിലേക്ക് വന്നാൽ കൂട്ടുകെട്ടുകൾ പലതും ഇല്ലാതാകും, വ്യക്തിബന്ധങ്ങൾ പലതും ഇല്ലാതാകും, നമുക്ക് പലരുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. മനസ്സിലാക്കണം. കാരണം എന്നാ, ദൈവരാജ്യം കണ്ടിട്ടുള്ളവൻ ഇവിടെ ഒരുങ്ങണം. അവന്റെ ഒരുക്കത്തിന് ഇടർച്ച വരുത്തുന്ന വഴികളിലേക്ക് ഒരു വിശുദ്ധൻ തിരിയരുത്. മനസ്സിലാകുന്നുണ്ടോ? അത് തിരിച്ചറിവില്ലാത്തവരുടെ ഇടയിലൂടെ ഓടാൻ താല്പര്യപ്പെടല്ലേ. ഈ ആത്മാവില്ലാത്തവരുടെ ഇടയിൽ ഒന്നും ബോധിപ്പിക്കാൻ ഓടരുത്. ക്രിസ്ത്യ ജീവിതം അങ്ങനെയല്ല. അതല്ലേ, ക്രിസ്തീയ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിച്ച കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ റെഡിയാകണം. എന്താണ് കർത്താവിന് പ്രസാദമുള്ളത്? പരിശുദ്ധാത്മാവ് നിന്നിൽ ഇരുന്നു കൊണ്ട് ദൈവ രാജ്യത്തിനായി നിന്നെ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ. പലരും ഇത് ചോദിക്കുന്നത്, ഞാൻ എന്താ വെട്ടിപ്പിടിക്കേണ്ടത്, ഞാൻ എന്താണ് കൊയ്തെടുക്കേണ്ടത്, ഞാൻ എന്താണ് പിടിച്ചടക്കേണ്ടത്? നീ പിടിച്ചടക്കുകയും വെട്ടിപ്പിടിക്കുകയും ഒന്നുമല്ല ചെയ്യേണ്ടത്, നീ ചിലത് നിന്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മനസ്സിലാകുന്നു? പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ നിന്നിൽ പലതും ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കും. നിന്നിൽ പലതും നിന്റെ ജീവിതത്തിൽ വേണ്ടത് നിന്നെ പരിശുദ്ധാത്മാവ് ഉപദേശിക്കും. ഹല്ലേലൂയ. ഇന്ന് ഒട്ടുമിക്കവരിലും കയറുന്ന സ്വാർത്ഥതയുടെ ആത്മാവ്, ദ്രവ്യാഗ്രഹത്തിന്റെ ആത്മാവ്, സ്തോത്രം ഹല്ലേലൂയ, മോഷണത്തിന്റെ ആത്മാവ്, ഇതൊക്കെയാ കയറുന്നത്. എവിടെ ചെന്നാലും മറ്റൊരുത്തന്റെ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു വലിക്കാൻ വേണ്ടി പോകുന്ന ആത്മാവുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. ഒരു വാക്യമെടുത്ത് അതിന്റെ സ്തോത്രം ഹല്ലേലൂയ ആഴങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് ഇത്ര സവിസ്തരം ഇടപെടുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതു നാം ഉപേക്ഷിക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിൽ പലതും വേണ്ടത് നോ പറയാനാ പഠിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ചിലതിനോട് നോ പറഞ്ഞേ പറ്റൂ. അതിനാ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടപെടുന്നത്. പലതിനോടും നോ പറയാൻ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. പക്ഷെ നമുക്ക് അതിനെയൊക്കെ ജയിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. പലരും പലയിടത്തും പരാജയപ്പെടുന്നത് ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആത്മീകത്തിനും കൊണ്ട് ഈ വക എല്ലാ വിളച്ചിലുകളും. ആമേൻ. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. കണ്ടോ, മരിപ്പിക്കണം. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി, സ്തോത്രം, നമ്മളുടെ മുമ്പിൽ വരുന്ന ഏത് അവസരങ്ങളും ഏത് സാഹചര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി വിലയിരുത്തി ഇതിൽ ദൈവാത്മാവിന്റെ ഇടപെടൽ ഏതാണെന്ന് വ്യക്തമാക്കണം. പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥ നിന്നിൽ വസിക്കുമ്പോൾ നിന്നോട് ചേർന്ന് ആരുണ്ടെങ്കിലും, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടപ്പുറപ്പോ ഈവൻ ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവിന് ഫസ്റ്റ് പ്രിഫറൻസ്. മനസ്സിലാകുന്നുണ്ടോ? ഫസ്റ്റ് പ്രിഫറൻസ് പരിശുദ്ധാത്മാവിന്. കർത്താവേ, ഞാനിത് ചെയ്യണമോ? ദൈവ സന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് അതിന് നിയോഗം നൽകും.
ഒരുപക്ഷെ നിനക്ക് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ചൂടയിരിക്കുന്നവർക്ക് ആർക്കും ആ നിയോഗമോ തിരിച്ചറിവോ ഇല്ലായിരിക്കും. പക്ഷെ നീ നിന്റെ വിശുദ്ധി കാക്കേണ്ടതിന് അവരുടെ നടുവിൽ തന്നെ നീ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചോണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതാണ് ജയകരമായ ജീവിതം എന്ന് പറയുന്നത്. വഴിതെറ്റിപ്പോകുന്നവരുടെ നടുവിൽ നീ അനുസരണമുള്ളവനായിരിക്കണം. ആരെ അനുസരിക്കേണ്ടത്? അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെയും, ഭാര്യയും, ഭർത്താവിനെയും, മക്കളെയൊന്നും അല്ല, ദൈവത്തെ അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. ചിലര് വല്ലാതെ അങ്ങോട്ട് സമൂഹത്തിനും മറ്റു മനുഷ്യർക്കും കൊള്ളാവുന്നവനായിട്ട് 10 പേരെ കൊണ്ട് നല്ല വാക്ക് പറയിപ്പിക്കാൻ വേണ്ടി ഓടും. നിന്നെ കുറിച്ച് ലോകം മുഴുവനും നീ നല്ലതാന്ന് പറഞ്ഞാലും മകനെ, ദൈവം നീ നല്ലവനല്ലെന്ന് പറഞ്ഞ തീർന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ ഇവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞാൻ നിന്നോട് ഇടപെട്ടപ്പോഴെല്ലാം നീ മൗനമായിരുന്നു, നീ എന്ത് ചെയ്യും? അപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ജയകരമായ ജീവിതം നയിക്കുവാനാണ് സ്വന്തം ഒരു ദൈവ പൈതലിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്വർഗം പകർന്നിരിക്കുന്നത്. ആമേൻ. കരങ്ങൾ ഉയർത്തുന്നു മാത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും. കണ്ടോ? ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ഏവരും അപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു. ഞാൻ ഈ പദം മറ്റുള്ളവർക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണെന്ന് അങ്ങനെ ബൈബിള് പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? തിരുവെഴുത്ത് പറയുന്നില്ല. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെല്ലാം ഒറ്റ കോലയിൽ ഒറ്റ കുറ്റിയിൽ അടിക്കുന്ന ഒരു പുസ്തകത്തെ ബൈബിളിന്ന് അവര് പറയുന്നു. പക്ഷെ ആ പുസ്തകത്തിന്റെ അകത്ത് അങ്ങനെ ഒരു കുറ്റിയില്ല, അങ്ങനെ ഒരു കയറുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ മാത്രമാ ദൈവത്തിന്റെ മക്കൾ. അത് വെറുതെയാണോ? ജഡത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ദൈവമക്കളാകുന്ന പാപികളപ്പോ ആരാ? ജന്മന പാപികൾ ആരാണ്? അപ്പൊ വിശുദ്ധനാരാണ്? നീതിമാനാരാണ്? അപ്പൊ ദൈവാത്മാവിനനുസരിച്ച് നടക്കുന്നവരെ ദൈവമക്കളാകുന്നുള്ളൂ. പരിശുദ്ധാത്മ അഭിഷേകത്തെ സൂക്ഷിക്കുന്നവർ മാത്രമാണ് ദൈവമക്കളാകുന്നുള്ളൂ. ഹല്ലേലൂയ. കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കാരണം ആ ദൈവം ആത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മൾ നടത്തപ്പെടണം. അപ്പൊ ലോകത്തിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമല്ല ജഡത്തിലും നടത്തിപ്പുകളുണ്ട്. ലോകത്തിന്റെ ആത്മാവും നമ്മളെ നടത്തും. മനസ്സിലായി? പാപത്തിന്റെ സ്വഭാവം നമ്മളെ നടത്തും. പാപത്തിന്റെ വഴിയിലും ലോകത്തിന്റെ വഴിയിലും ജഡത്തിന്റെ വഴിയിലും ഇരുന്നിട്ട് നീ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നെന്ന് പറഞ്ഞാൽ നീ പോഷ്ക പറയുന്നത് കാര്യം. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവർ അപ്പോഴും ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്ന ദൈവമക്കളും ഈ പാപത്തിന്റെ സന്തതികളുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്. വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. കണ്ടോ? അവിടെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ വാക്യം എടുത്ത് വായിക്കുന്നവരല്ല ഈ വാക്യത്തിന്റെ കസ്റ്റോഡിയൻ. ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഈ വാക്യം എടുത്ത് വായിക്കുന്നവനല്ല. പിന്നെ ആരാണ്? അഭിഷേകം ചെയ്യപ്പെട്ടവർക്കേ ഈ മാനുവൽ സ്വത്രം ഉപകാരപ്പെടുകയുള്ളൂ. മനസ്സിലായോ പറഞ്ഞതിനാണ്? ഫ്രിഡ്ജിന്റെ മാനുവൽ ബുക്ക് ഉണ്ട് അല്ലേ? ടിവിക്കുണ്ട്, ഈവൻ ഫോണിന് വരെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലാക്കണം. ഫോണിന്റെ മാനുവൽ ബുക്ക് എടുത്ത് കൊണ്ടുവന്ന് ടിവിക്കും, ടിവിയുടെ ഫ്രിഡ്ജിനും, ഫ്രിഡ്ജിന്റെ എസിക്കൊന്നും വെക്കാറില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവൻ വായിക്കേണ്ടതാണ് തിരുവെഴുത്ത്. അവന് വേണ്ടിയാണ് തിരുവെഴുത്ത് നിലനിൽക്കുന്നത്. അവൻ ഈ തിരുവെഴുത്തിലൂടെ നോക്കണം പുറം ലോകത്തെ, അടുത്തിരിക്കുന്നവനെ, മറ്റു മനുഷ്യരെ. അങ്ങനെയാ തിരുവെഴുത്ത് പറയുന്നത്. ദൈവവചനം പറയുന്നത് അങ്ങനെയാ. പരിശുദ്ധാത്മാവ് വസിക്കുന്നവനാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം. കാരണം എന്നാ? ഇത്ര വലിയൊരു രക്ഷ സ്വർഗം നമുക്ക് നൽകിയെങ്കിൽ, ആമേൻ, മക്കൾ എന്ന പദവി നൽകിയെങ്കിൽ അതിന് അച്ചാരമായി പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം. നമുക്ക് ഭയപ്പെടേണ്ട. ലോകം മുഴുവനും നിന്നെ കുറ്റം വിധിച്ചാലും മകനെ, പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ ഒരു വിധിയും നിന്റെ മേൽ ഫലിക്കില്ലെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നീ സത്യവാ പ്രസംഗിക്കുന്നെങ്കിൽ നിനക്ക് ഒട്ടും ഭയപ്പെടണ്ട. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം നിശ്ചയം. സത്യം പ്രസംഗിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഈ ഗ്യാലറിക്ക് വേണ്ടി കൈയടിക്കുന്നവന് വേണ്ടി കളിക്കരുത്. ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നത് കളിയോടുള്ള നീതി കൊണ്ടല്ല, അവന്റെ ആവേശം കൊണ്ടാ.
അത് കണ്ടോണ്ട് കളി അറിയാവുന്നവൻ, നിയമങ്ങളും നിയമസംഹിതകൾ അറിയാവുന്നവൻ, നീ ട്രാക്കിലാകട്ടെ ഗ്രൗണ്ടിലാകട്ടെ കളിക്കുന്ന നീ ഗ്യാലറിക്ക് വേണ്ടി കളിച്ചാൽ അതിന്റെ നീര് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. വായിച്ച ആ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. സ്തോത്രം. അപ്പൊ പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. ആമേൻ. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ 7 മുതൽ നമുക്കൊന്ന് വായിക്കാം. 8-ന്റെ 7 മുതൽ വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഈ ജഡത്തിന്റെ സ്വഭാവം ഒരിക്കലും സ്തോത്രം അത് ദൈവത്തിന്റെ ആത്മാവിനോട് ശത്രുത്വമാണ്. ഈ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ജഡ സ്വഭാവത്തിലുള്ളവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം അവരുടെ ഉള്ളങ്ങളെ അവർ തുറന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അവരുടെ പാപങ്ങളെ ഏറ്റുപറയണം. പാപം ഏറ്റുപറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം അവൻ മാനസാന്തരപ്പെടുകയാണ്. നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടണം. അവരിലെ പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. മാനസാന്തരപ്പെടാത്തവരിൽ ഇരിക്കുന്നത് ഭൂതാത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മാനസാന്തരപ്പെടാതെ ജീവിക്കുന്നവരിൽ ഇരിക്കുന്നത് ഭൂതം. ആ ഭൂതം കയറി കഴിയുമ്പോൾ കയ്യടിയും ചാട്ടം എല്ലാം കാണിക്കും. അവന്റെ സ്വഭാവത്തിൽ ആ ഭൂതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. മനസ്സിലായോ? ആ ഭൂതം അവന്റെ സ്വഭാവത്തിലെല്ലാം അവനിൽ ഇരിക്കുന്ന ആ ഭൂതത്തിന്റെ സ്വഭാവം കാണാൻ സാധിക്കും. വാ തുറന്നാൽ കാണാം, അവന്റെ പ്രവൃത്തി കണ്ടാൽ കാണാം, അവന്റെ നോട്ടമല്ല ആ രീതിയിലായിരിക്കും. മനസ്സിലാക്കണം, അകത്ത് ഭൂതമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഹല്ലേലൂയ. വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വന്ന് സ്തോത്രം ആത്മാവിനാൽ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് ജീവനുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. വായിച്ചേ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. കണ്ടോ? എന്നു വരികിൽ. അപ്പോ പരിശുദ്ധാത്മാവ് വസിക്കുന്നവർക്ക് മാത്രമായി ഈ ലേഖനത്തിലെ അനുഗ്രഹങ്ങളും നന്മകളും നടത്തിപ്പുകളും ബാധകമാകുന്നുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. 150 രൂപ കൊടുത്താൽ അല്ലെ 200 രൂപ കൊടുത്താൽ ബൈബിൾ എല്ലാവർക്കും മേടിക്കാൻ കിട്ടും. അത് കക്ഷത്തി വെച്ചുകൊണ്ട് ഇന്ത്യക്കല്ല ലോകം ലോകം മുഴുവൻ 7 വൻകരകളും നീ ചുറ്റു നടന്നാലും ശരി, നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഈ ഇരിക്കുന്ന പുസ്തകവും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. ചിലര് പുസ്തകം തോന്നിട്ട് എനിക്ക് അതിനകത്ത് കഥകൾ കുറെ അറിയാം. ചിലരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പരിതാപം തോന്നും. സുവിശേഷത്തിലെ കുറെ കഥകൾ, ബൈബിളിലെ കുറെ കഥകൾ, ഇത് കഥകളല്ല, ഇത് സത്യങ്ങളാണ്. അതിന് തെളിവ് പരിശുദ്ധാത്മാവാണ്. ഇത് സത്യമല്ലേ, പരിശുദ്ധാത്മാവ് വരില്ലായിരുന്നു. ഇത് സത്യമെന്ന് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ പകർന്നത്. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവൻ ഇത് കഥയാന്ന് പറയുന്നില്ല, ഇത് സത്യമായിട്ടാണ് കാണുന്നുള്ളൂ. കാര്യം പരിശുദ്ധാത്മാവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലർ ചോദിക്കും ദൈവം ഉണ്ടെന്ന് എന്നാ തെളിവ്? നീ അവിടെ ഇവിടെ പോയി മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും പോയി നോക്കിയ ദൈവത്തെ കാണത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നീ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നെങ്കിൽ അവൻ സ്വന്തം സകലത്തിലും സർവസത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം നിന്റെ മേൽ തരും. അതാണ് എവിഡൻസ്. ആത്മാവാകുന്ന ദൈവത്തെ സ്വന്തം തെരയുന്ന നീ ജഡത്തിൽ അതിന്റെ തെളിവ് അന്വേഷിക്കുന്നു. എന്ത് ഭീകരമാണത്! ആത്മാവാകുന്ന ദൈവത്തെ സ്വന്തം തിരിച്ചറിയുവാൻ ജഡത്തിലല്ല തെളിവ് അന്വേഷിക്കേണ്ടത്, ആത്മാവിനെ പാനം ചെയ്യുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? ചിലരുടെയൊക്കെ സംവാദമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടം തോന്നിപ്പോ ഇവരൊക്കെ എന്ന് നന്നാകാനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാ അവരിരുന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ ഇവർ ചിന്തിക്കുന്നത് ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ കുമിഞ്ഞുകുത്തി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് അവർ ആഗ്രഹിച്ചും കാത്തിരിക്കുകയും ചെയ്യുന്നത്. തോറ്റുപോവുകയുള്ളൂ. നിന്റെ മൂക്കിലെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയും നീ അതൊരു മറുപടി കാണില്ല. നിന്റെ ഈ ദുർമാർഗം വിട്ട് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. എല്ലാ ദുർനടപ്പും അശുദ്ധിയും പാപവും ചെയ്ത് യാതൊരു വിധത്തിലും നീതീകരിക്കാൻ വായില്ലാതിരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കുന്നത്. മനസ്സിലാക്കണം.
അപ്പോൾ ഈ പാപ സ്വഭാവങ്ങളുള്ള ഒരുവൻ പോലും ദൈവത്തെ ഒരു നാള് കാണുകയില്ല കേട്ടോ. പാപ സ്വഭാവമുള്ള ഒരുവനും ദൈവത്തെ ഒരു നാള് കാണുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യവും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്തല്ലേ സ്തോത്രം. അവിടെ ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. കണ്ടോ? അപ്പോ അവര് ജഡസ്വഭാവമുള്ളവരല്ല. അപ്പൊ ആത്മസ്വഭാവത്തിന് ഉടമകളായവർ സോദര ജഡ സ്വഭാവമുള്ളവരെ കാണുമ്പോഴും അവരുടെ നടപ്പും സംസാര ഇടപെടലും കാണുമ്പോൾ തിരിച്ചറിഞ്ഞോണം അത് ജഡീകമാണ്. ചിലരെ സംബന്ധിച്ച് ജഡത്തിൽ നടക്കുന്നവര് ഇതുവരെ ആത്മാവിനെ പാനം ചെയ്യാൻ ചിലർ പറയുന്ന ഒരു കാര്യം, ചില എക്സ്ക്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. സോദരം ജാമ്യം എടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർ പറയുന്നതാണ്, അയ്യോ മനുഷ്യൻ എത്ര നല്ല സ്വഭാവ, ഭയങ്കര ശാന്തന, ഭയങ്കര താഴ്മ. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിന്നിലില്ലാതെ നീ കാണിക്കുന്ന ഒരു കോപ്രായങ്ങളും സ്വർഗം അംഗീകരിക്കുന്നില്ല. ആമേൻ. കരങ്ങൾ ദൈവത്തിന് ബോധപ്പെടുത്തിയാട്ടെ. സോദരം എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നവർക്ക് മാത്രമാ ദൈവാത്മാവിന്റെ നിറവിൽ സ്വതന്ത്രം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ആമേൻ. വായിച്ചേ ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന്. ക്രിസ്തുവിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവില്ലേ, ഇല്ലെങ്കിൽ നീ കർത്താവിനുള്ളവനല്ല. അടുത്തത് വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ അപ്പോൾ ശരീരത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിശുദ്ധൻ പറഞ്ഞാൽ തന്റെ ആത്മാവിനെ പ്രാപിച്ച ആത്മാവിനനുസരിച്ച് പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവനറിയാൻ ഈ ശരീരം പ്രശ്നക്കാരനാണ്. നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ ഈ ശരീരം പ്രശ്നക്കാരനാണ് അല്ലേ? നമ്മളെല്ലാം വൃത്തിയാക്കി കൊണ്ടു നടക്കും. പക്ഷെ ഇവൻ നമുക്ക് പണി തരുന്നതാണ് ഈ ജഡം. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാ അവനെ വീഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കി നോക്കി ജഡം ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജഡത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഹല്ലേലൂയ. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവിപ്പിക്കുന്നു. അതിന്റെ 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-ന്റെ 8. പാപമോ അവസരം ലഭിച്ചിട്ട്, ഇവിടെ ശ്രദ്ധിക്കണം, ഈ ശരീരത്തിൽ ഈ പാപം ഇരിപ്പുണ്ട്. ഈ പാപത്തിന്റെ ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനനുസരിച്ച് നടക്കണം. ജഡം അതിനെ ഒബേ ചെയ്താൽ മാത്രം മതി. പക്ഷെ ഈ ജഡത്തിനും ചില കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ഈ ജഡത്തിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. എന്താണ്? പാപം. ഈ ജഡത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് പാപം എപ്പോഴും വർക്കൗട്ട് ആകുന്ന. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ഇതിനെ ജയിക്കാൻ ഒറ്റ ഉപാധിയുള്ളൂ, പരിശുദ്ധാത്മാവിനനുസരിച്ചിരിക്കണം. നമ്മൾ ഈ വാക്യം ഒന്ന് വായിച്ചേ. പാപമോ അവസരം ലഭിച്ചിട്ട് അതായത് ന്യായപ്രമാണം സ്വതന്ത്രം മോഹിക്കരുത്, സ്വതന്ത്രം കള്ളസാക്ഷ്യം പറയരുത്, അല്ലെങ്കിൽ ഈ പറയുന്ന കൽപ്പനകൾ ഓരോന്നും അരുത് എന്നുള്ള കൽപ്പന ന്യായപ്രമാണത്തിൽ കിടപ്പുണ്ട്. ഈ ന്യായപ്രമാണത്തിൽ കിടക്കുന്ന ഈ കൽപ്പന നമ്മുടെ മനസാക്ഷിയുടെ കൽപ്പനയായിരുന്നു. കാര്യം മനസാക്ഷിയിലും നമ്മളൊരു പാപം ചെയ്യുമ്പോൾ അരുത് എന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ പാപം ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മനസാക്ഷി പറയും അരുത്. അപ്പോൾ ന്യായപ്രമാണം തന്നെ അരുത് എന്നുള്ള കൽപ്പനയാണ് പറയുന്നത്. അപ്പോൾ ഈ അരുത് എന്ന കൽപ്പന നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ അതിനോട് മറുതലിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അത് പാപമാണ്. നമ്മൾ സംസാരിക്കരുത്, അരുത്, നമ്മൾ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് നമുക്കറിയാം. നമ്മുടെ മനസാക്ഷിയും പറയുന്ന അരുത്. പക്ഷെ നമ്മൾ അത് പ്രവർത്തിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് പാപം. ഇത് നമ്മുടെ ഈ ജഡത്തിലുണ്ട്, ഈ ശരീരത്തിലുണ്ടത്. ആമേൻ. വായിച്ച ആ ഭാഗം വായിച്ചേ. പാപമോ അവസരം ലഭിച്ചിട്ട് അപ്പൊ ഈ മോഹം എന്താ? യഥാർത്ഥ അരുത് എന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന, ഉദിച്ചു വരുന്ന ശക്തിക്കാണ് മോഹം എന്ന് പറയുന്നത്.
മോഹത്തിന്റെ പ്രത്യേകത ഏതാ? എന്താ മോഹത്തിന്റെ? അരുത്, ഇത് തെറ്റാ, പക്ഷെ ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നതിന്റെ പേരാണ് മോഹം. ഒന്ന് കണ്ടു, അത് വീണ്ടും കാണാനായിട്ട് അകത്തുനിന്ന് വരുന്ന കാര്യം മോഹം. അത് പാപമാണ്. മോഹിക്കുന്നത് പാപമാണ്. വായിച്ചേ. മോഹത്തെയും ജനിപ്പിച്ച്. കണ്ടോ, അത് ജനിപ്പിക്കുകയാണ്. ജനിക്കുന്നത് എങ്ങനെയാ? ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാ? ഇതുപോലെ മോഹം അകത്തിരിക്കുക. അത് സമയത്ത് ഇറങ്ങി വരും. സമയത്താണ് പാപം ഇറങ്ങി വരുന്നത്. ഇറങ്ങി വരുന്നത് എന്തിനാ? നിന്നെ വീഴിക്കണം. ഹല്ലേലൂയ. നീ വീണ്ടും പാപം. ജഡത്തിന് ഓരോ ആവശ്യങ്ങളുണ്ട്. ആ അകത്തുനിന്ന് ജനിച്ചു വരുന്ന പാപത്തെയാണ് മരിപ്പിക്കേണ്ടത്. അകത്തുനിന്ന് ജനിച്ചു വരുന്ന മോഹത്തെയാണ് നീ മരിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ നീ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. നിന്നിൽ കടന്നു വരുന്ന മോഹത്തെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. നീ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ മോഹം, എന്റെ ഹൃദയത്തിൽ ഇന്നത് ചെയ്യണമെന്ന് മോഹം പറയുന്നു, അത് ചെയ്യുന്നില്ലെന്ന് പറയാൻ ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു ശക്തിക്കും മറ്റൊരു സിസ്റ്റത്തിനും മറ്റൊരു കഴിവിനും അത് സാധിക്കത്തില്ല. കാര്യം നമ്മൾ ജഡത്തിലാണ് ഇരിക്കുന്നത്. വായിച്ചേ. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ. കണ്ടോ, കൽപ്പന വന്നപ്പോ. ഈ കൽപ്പനയുടെ പ്രത്യേകത എങ്ങനെയാ? ഹല്ലേലൂയ. അത് വന്നു കഴിയുമ്പോൾ അരുത് എന്നുള്ള കേൾക്കുമ്പോൾ അതിനെ അനുസരിക്കാൻ നമ്മൾ റെഡിയാകുക. പക്ഷെ അത് അനുസരിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മോഹത്തെ നമുക്ക് ജയിക്കാതിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയട്ടെ, അകത്ത് വ്യഭിചാരം ഉള്ള ഒരുവൻ പുറത്ത് വ്യഭിചരിക്കണമെന്നില്ല. പുറത്ത് ഡീസന്റാ, ഞാൻ അങ്ങനെ പോയില്ലല്ലോ, അല്ലെ? പുറത്ത് അങ്ങനെ ചിലരുണ്ട്, പുറത്ത് പറയും ഞാൻ അങ്ങനെ പോയില്ല, ആവശ്യമില്ലാത്തൊരു വ്യക്തിയോട് സംസാരിച്ചില്ലെന്ന് ഇങ്ങനെ ക്ലെയിം ചെയ്യും. പക്ഷെ ഇവന്റെ മനസ്സ് വ്യഭിചരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അവരാരെ കണ്ടോ അവരോടുകൂടെ പുളകി ഇളകി നടക്കുകയാണ് മനസ്സ്. ഇതിനെ പിടിച്ചടക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വായിച്ചേ. കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും. കണ്ടോ, കൽപ്പനയാൽ. ഇത് കൽപ്പനയുടെ എല്ലാം പ്രത്യേകത എങ്ങനെയാണ്? ഇന്ന് അരുത് എന്ന് ഏതൊക്കെ കാര്യം കിടപ്പുണ്ട് അതെല്ലാം അങ്ങനെ പറയരുത് കേട്ടോ, അടുത്ത് പറയുകയാണ്. നീ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്യുകയാണ്. ഇത് പാവമാണ്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിനെ ജയിക്കേണ്ടതാണ് ഒരു ദൈവ പൈതന്റെ ഡ്യൂട്ടി. ഇതിനെ ജയിച്ച് മുന്നേറുന്നവർ പറയുന്ന പദമാണ് ജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഹല്ലേലൂയ ലോകത്തെ കാണുന്നതെല്ലാം വെട്ടിപ്പിടിച്ച് ചിരിച്ച് ക്ലോസപ്പ് പുഞ്ചിരിയായിട്ട് നടന്ന് പ്രസംഗിക്കുന്നതല്ല ജയകരമായ ജീവിതം. ഈ പാപത്തെ ജയിക്കണം. ഇതിനായിരിക്കണം നിന്റെ പ്രസംഗം എഴുന്നേൽക്കുന്നത്. ഇല്ലെന്ന് നീ ലജ്ജിച്ചു പോകും കർത്താവിന് പറയുന്നത്. കാര്യം നിനക്ക് അവസരം ലഭിച്ചിട്ട് നിന്റെ വായിൽ ഒരിക്കൽ പോലും നീ പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു വാക്കുപോലും പറയാത്തവരുണ്ട്, വഞ്ചകന്മാരുണ്ട്. വായിച്ചേ. പാപം അവസരം ലഭിച്ചിട്ട് കണ്ടോ, കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത്. പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. അടുത്ത വാക്യം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ. കണ്ടോ, ഇതുകൊണ്ട് പാപത്തിന്റെ ആ സ്റ്റേജ് ശ്രദ്ധിക്കണം. എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിക്കണം, ന്യായപ്രമാണം നല്ലതാണ്, ആത്മീകമാണ്. പക്ഷേ അതിനെ അനുസരിക്കുന്ന ഞാൻ ആത്മീകനല്ല.
കാര്യം ആത്മീകനാകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നാലേ നീ ആത്മീകനാകുന്നുള്ളൂ. ഞാനോ ജഡമയ മനസ്സിലായി? ജഡമയം. അപ്പൊ ആ ജഡമയമായ അനുഭവത്തിൽ ഇരിക്കുന്ന എനിക്ക് ഒരിക്കലും ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ ന്യായപ്രമാണങ്ങളെല്ലാം അനുസരണയോഗ്യമായി തീരുകയാണ്. കാര്യം ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ അഭിഷേകം പ്രാപിച്ചൊരു ദൈവവൈദ്യനെ കൊണ്ട് നിർത്തുന്നത് ആത്മീകനായിട്ടാണ്, ഇതിനെ ജയിച്ചവനായിട്ടാണ് നിർത്തുന്നത്. അതിന് അടയാളം ഇതിൽ നിന്ന് മരണഭാഷകളെ അഴിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണെന്ന് യേശു ക്രിസ്തു നമുക്ക് മുന്നമേ ഇതിനെ ജയിച്ച് ഉയർന്നെഴുന്നേറ്റവനാണ്. അവനിൽ പകർന്ന അഭിഷേകവും ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനോടൊത്ത് നാമും ജയിച്ചവരായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവില്ലാതെ ന്യായപ്രമാണം അനുസരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ ചതിക്കപ്പെടുകയാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ പകരുന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാ അഭിഷേകം പകരും. അവൻ ആത്മാവിന് സത്യത്തിന് ദൈവത്തെ ആരാധിക്കണം. ആത്മാവ് അവന് സകല സത്യത്തിനും അവന് വഴി നടത്തേണ്ടതിന് ഈ രഹസ്യങ്ങളും മർമ്മങ്ങളും പരിശുദ്ധാത്മാവിനും വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നടത്തപ്പെടേണ്ടത്. ഹല്ലേലൂയ. പൗരോഹിത്യ സഭകൾ പലതും ഇതുപോലെ തന്നെ പല ഞാൻ 10 കൽപ്പന ഉൾപ്പെടെയുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജകീയ ന്യായപ്രമാണം എടുത്തു വെച്ചുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കുകയും മര്യാദ പഠിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അറിഞ്ഞിട്ടാണോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടാണോ അവർ ഈ പണി ചെയ്യുന്നത്? മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തി ദൈവാത്മാവ് നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന വചനമാണ് ദൈവസഭ കേൾക്കേണ്ടത്. പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാണനം ചെയ്തവർ ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. വല്ലാത്ത സ്ഥിതിഗതികളിലൂടെയാണ് സഭകൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലാക്കണമേ, തെറ്റിപ്പോയാൽ നിനക്ക് നഷ്ടമാകുന്നത് നിത്യജീവനാണ്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽ നേരം എന്നെ കേൾക്കുന്നവരോട് ആഹ്വാനം ചെയ്യുകയാണ്. വായിച്ചാട്ടെ, തുറന്ന് വായിച്ചാട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇതാണ് പാപത്തിന്റെ സ്വഭാവം. മോഹം ജനിക്കുമ്പോൾ, മോഹം എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അറിയാതെ അത് പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ പാപത്തിന്റെ ശക്തിയിൽ കിടക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. എല്ലാം അതിന്റെ ഒഴുക്ക മട്ടിൽ വിടുന്നവരെല്ലാം ശ്രദ്ധിച്ചോടെ, നരകം മുമ്പിലുണ്ട്, മറക്കണ്ട. അതിനൊരു പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കീഴ്പ്പെടണം. ഇവിടെ പറയുന്നതാണ്, ആ വാക്യം ശ്രദ്ധിക്കണം. ഞാൻ വായിച്ചോ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. കാര്യം പാപത്തിന്റെ വിഷയമാണ്. പാപ സ്വഭാവത്തിലിരിക്കുമ്പോൾ വായിന്ന് വരുന്നത് അറിയുന്നില്ല, ചിന്തിക്കുന്നത് അറിയുന്നില്ല, എങ്ങോട്ടൊക്കെ നോക്കുന്നു എന്ന് അറിയത്തില്ല. കണ്ണമാനൊരു അസ്ഥിരതയാണ് പാപ മനുഷ്യന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലാകുന്ന പാപ സ്വഭാവത്തിൽ നടക്കുന്നവൻ എങ്ങോട്ട് അവന് ഇഷ്ടമുള്ളതെല്ലാം നോക്കും. ഇഷ്ടമുള്ളത് എന്തൊക്കെ കോപ്രായങ്ങളും വൈകൃതങ്ങളുമാണ് ചിലരുന്ന് കാണുന്നത്. അത് പാപം അകത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇതിനെ പിടിച്ചടക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ചിലര് കണ്ടിട്ടുണ്ടോ വഴിയില് വായിന്ന് എന്തെങ്കിലുമൊക്കെ വീഴും, തിരിച്ച് മറ്റവനും അതുപോലെ പ്രവർത്തിക്കും. അവിടെ കണ്ട അടിയായി ബഹളായി വെട്ടായി കുത്തായി പിറ്റേ ദിവസം നിര്യാതരായവരുടെ പേജിന്റെ അകത്ത് ഒരു ചത്ത പേരും കാണും. എന്താ കാരണം? ഈ പാപത്തെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല. വായിച്ചോ. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് മറ്റൊരു ഭാഗം നമുക്ക് കൂടെ കണക്ട് ചെയ്ത് വായിക്കണം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം. സ്തോത്രം. അതിന്റെ 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇതുമായിട്ട് വളരെ കണക്ഷനുള്ള എടുത്തെങ്കിലും വായിച്ചോണം. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഇച്ഛിക്കാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി പറയുന്നു, നീ ഇത് സംസാരിക്കരുത്. അത് ചിന്തിക്കുമ്പോൾ തന്നെ നിന്റെ വായിൽ നിന്ന് വാക്കുകൾ വരികയാണ്. നീ ഇന്നത് പ്രവർത്തിക്കരുത്. നിന്റെ മനസാക്ഷി പറയുമ്പോൾ തന്നെ നീ ഇത് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന കാര്യം ചിന്തിക്കുന്നത് തെറ്റാന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ചിന്താധാരയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് പാപ സ്വഭാവത്തിന്റെ ഡെഫിനിഷൻ. പ്രാക്ടിക്കൽ സൈഡിൽ ചിലർ ഇങ്ങനെയാണ് വീണുപോകുന്നത്. പാപത്തെ ജയിക്കാൻ കഴിയാത്ത അവസ്ഥ. കിട്ടിയെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചേ. 2-ന്റെ 13-ാം വാക്യം. ആമേൻ. ഇച്ഛിക്കുക എന്നത്, ഇവിടെ ശ്രദ്ധിക്കണം,
സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിന്റെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ വായിക്കുന്നത്. വായിച്ചേ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. ഇച്ഛിക്കണം, അത് പ്രവർത്തിക്കണം. നമ്മളിലെ ഇച്ഛകളെല്ലാം ദൈവികമാണോ? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് മോഹങ്ങളെ സ്തോത്രം ജയിച്ച് ജീവിക്കുന്ന ജയാളികളായവരോട് ഇവിടെ വചനം വീണ്ടും പറയുകയാണ്. ഇവിടെ പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും കണ്ടോ, നിങ്ങളിൽ ദൈവമല്ലോ. അപ്പൊ നിങ്ങൾ ആരാ? ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവരുടെ ഹൃദയത്തിൽ ഇച്ഛകളെ നൽകുന്നത് സ്വർഗമാണ്, ക്രിസ്തുവാണ് നൽകുന്നത്. അപ്പോൾ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി. കണ്ടോ, ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ആഗ്രഹങ്ങളെ നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്, ഇച്ഛകളെ നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്, നമ്മളെ നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആഗ്രഹങ്ങളാണോ മകനെ മകളെ നിന്റെ ഹൃദയത്തിലുള്ളത്, നിന്റെ മനസ്സിലുള്ളത്, നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള ആലോചനകളാണോ? പരിശുദ്ധാത്മാവ് ലോകത്തിന് വേണ്ടി കരുതുന്നില്ല, പരിശുദ്ധാത്മാവ് ജഡിക താല്പര്യങ്ങൾക്ക് വേണ്ടി കരുതുന്നില്ല, പരിശുദ്ധാത്മാവ് ലോകത്തിൽ കെട്ടി ഉയർത്തിരിക്കുന്ന ഏതെങ്കിലും സിസ്റ്റത്തിന് വേണ്ടി നിലനിൽക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ? എന്തായിരിക്കും പാതാള ഗോപുരങ്ങൾ? പാതാള ഗോപുരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ എന്റെ ജീവിതത്തിന് ചുറ്റും നിലനിൽക്കുന്ന ഓരോ കവാടങ്ങൾ, പാപത്തിന്റെ കവാടങ്ങൾ, അതിനെ ജയിക്കുന്നുണ്ടോ? വായിച്ചേ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. തലമുറയുടെ നടുവിൽ ശ്രദ്ധിക്കണേ, ആരുടെ നടുവിലാ ദൈവസഭയെ സ്വർഗം നിർത്തിയിരിക്കുന്നത്? വക്രതയും. പരിശുദ്ധാത്മാവ് വക്രത പ്രവർത്തിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് കോട്ടിക്കളയാറില്ല. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യര് പരമാർത്ഥികളും. കണ്ടോ, അനിന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. കണ്ടോ, so that you will prove yourself to be blameless. കുറ്റമറ്റവരായിരിക്കണം. പറ്റുമോ? കണ്ടോ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കുറ്റമറ്റ ജീവിതത്തിന് ഉടമകളായി തീരുവാനാണ് നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലെയിംലെസ്. അടുത്തത് ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ്. ആമേൻ. നിഷ്കളങ്കർ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സഭകളുടെ ഇടയില് സ്തോത്രം കുറ്റമറ്റവർക്ക് നിഷ്കളങ്കർക്കൊന്നും സ്ഥാനമില്ല ഇന്ന്. ഹല്ലേലൂയ. അവരെ മണ്ടന്മാരും കഴിവുകെട്ടവരും ബുദ്ധിശൂന്യരൊക്കെ ആയിട്ട് എഴുതി തള്ളുന്ന സംഘടനകളും അതിന്റെ നടുവിൽ ദ്രവ്യാഗ്രഹത്തിൽ വളർന്നു വരുന്ന ദൈവശാസ്ത്രങ്ങളൊക്കെയാണ് അനേകരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ആമേൻ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ബ്ലെയിംലെസ് ആൻഡ് ഇന്നസെന്റ്. അടുത്തത് ചിൽഡ്രൻ ഓഫ് ഗോഡ് above reproach in the midst of a crooked and perverse generation. Hallelujah. crookedness. Hallelujah. വക്രതയുള്ള അല്ലേ? അങ്ങനെയല്ല പറയും വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കള മക്കളും ആകേണ്ടതിന് എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. മനസ്സിലായോ? പറ്റുന്നുണ്ടോ? നമ്മുടെ കൂട്ടുകെട്ട് ആരോടാ? എന്റെ ഫോൺ കോളുകൾ ആരോടാ കൂടുതല്? എന്റെ കോണ്ടാക്റ്റുകൾ ആരോടാ കൂടുതല്? അത് നിർണയിക്കും നീ ആത്മീകനാണോ അല്ലയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണേ, ഫിലിപ്പിയ ലേഖനത്തിന്റെ അകത്ത് പറയാ, നിന്നെ നിർത്തിയിരിക്കുന്നത് ഇതിന്റെ നടുവിലാണ്.
ഇതിന്റെ നടുവിലാണ്, ഇവിടെയാണ് നിന്റെ പ്ലേ ഗ്രൗണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ കഷ്ടങ്ങളൊന്ന് മാറ്റി. എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ ദൈവം തരുന്നേ? നീ ഇതിന്റെ നടുവിൽ തികഞ്ഞു വരണം. സകല ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, വഞ്ചന പ്രവർത്തിക്കുന്ന നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ നീ അവരെ പോലെ ആകരുത്. അതാണ് നിന്റെ മുമ്പിലെ ചലഞ്ച് എന്ന് പറയുന്നത്. നിന്റെ മുമ്പിലെ ചലഞ്ച്, നിന്റെ ചുറ്റും നിൽക്കുന്നവരെ പോലെ നീ ആകരുത്. നിന്നോട് സംസാരിക്കുന്നവരെ പോലെ നീ ആകരുത്. ഹല്ലേലൂയ. നിന്നെ ഗൈഡ് ചെയ്യുന്ന പലരുടെ ലൈഫിലില്ലാത്തത് നിന്റെ ദൈവം പകർന്നിട്ടുണ്ട്. ആ പകർന്നതിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. നീ ആത്മാവിനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ ക്രിസ്തു എന്തൊക്കെ സഹിച്ചോ അതൊക്കെ നീ സഹിക്കേണ്ടി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഒരിക്കൽ ചോദിച്ചേ, നിങ്ങൾക്ക് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴി നിന്നിലാണ് ഉള്ളതെന്നാ പറഞ്ഞ, അല്ലാതെ സംഘടന ഇവിടെയാണ് ഉള്ളത്, പണം ഇവിടെ ഉള്ളത്, ഞങ്ങൾക്ക് അവരുടെ അച്ചായന്മാർ ഇവിടെ ഉള്ളത്, നല്ല സാമ്പത്തികം കിട്ടുന്ന സഭ ഇവിടെ ഉള്ളത്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിത്യജീവന്റെ വചനം നിന്നിലല്ല ഉള്ളത് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആരും നിത്യജീവന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവ വേലയാണ്, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ലജ്ജിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, ന്യായവിധിയുടെ ദിവസം. ലജ്ജിച്ചു പോകും. ഇവിടെ പലതും വലിയ മുഴുത്തതാന്നൊക്കെ പറയുന്നത് കർത്താവ് അങ്ങ് തള്ളി തീയിലേക്ക് ഇടുന്നത് കാണാൻ എല്ലാവർക്കും. ഹല്ലേലൂയ. കുറെ കച്ചിവണ്ടികൾ സ്വർഗത്തിൽ വരും. എന്റെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, കച്ചിവണ്ടികൾ. കർത്താവ് ശോധന ചെയ്യും, തീ കൊണ്ട് ശോധന ചെയ്യും. കച്ചിവണ്ടി, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കച്ചിവണ്ടി ഒരു ആമ്പലായിരിക്കും. ഇതുപോലെ കുറെ കച്ചിവണ്ടിയുണ്ട്, ഫലമില്ലാത്തത്. ഹല്ലേലൂയ. കുറെ നട്ടും ബോൾട്ടും മാത്രം നിലത്ത് കിടക്കും അവസാനം. അതേതാ? വണ്ടിയുടെയാ, കച്ചിയുടെ പോലുമല്ല. ഹല്ലേലൂയ. ഇങ്ങനെ പോകുന്ന രംഗത്തിലേക്ക് എത്തുമ്പോൾ അറിയാൻ കേട്ടോ നമ്മുടെ അവസ്ഥ. എന്റെയും നിങ്ങളുടെയും രഹസ്യ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം ഉണ്ടായിരിക്കണം. രഹസ്യ ജീവിതത്തിൽ കർത്താവിന് ഇടം ഉണ്ടായിരിക്കണം. കർത്താവിനോടുള്ള ഇണക്കവും പിണക്കത്തിനെല്ലാം നീ മറുപടി കൊടുക്കണം. നീ കർത്താവിനോട് ആയിരിക്കണം. നീ ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇത് ലോക മനുഷ്യൻ കേൾക്കുമ്പോൾ ചോദിക്കുന്നത്, ദൈവത്തോടെ സംസാരിക്കാറുണ്ടോ എന്ന്. ഈ പുറത്ത് വ്യാഖ്യാനിക്കുന്നവനൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടാണല്ലോ വ്യാഖ്യാനിക്കുന്നല്ലേ, അല്ലേ? സ്തോത്രം. പരിശുദ്ധ ദൈവം വെച്ച വ്യവസ്ഥ, മനുഷ്യരോട് ദൈവം സംസാരിക്കുവാൻ ഈ തലമുറയിലും ഈ കാലഘട്ടത്തിൽ സ്വർഗം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് തന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ പകരുകയാണ്. അവനോട് ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? ഒരു സംശയവും വേണ്ട. അതിന് തിരുവെഴുത്താ ഇത് പലതും പുസ്തകത്തിൽ എവിടെ കിടക്കുന്നതെന്ന് പോലും എടുക്കാൻ ബോധമില്ലാത്തവരാണ് ഈ മറ്റു പലതിന്റെ മുമ്പിൽ പോയി ചാടുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ കർത്താവ് ഇടപെടുന്ന പരിശുദ്ധാത്മാവിനെ പകർന്നു. ആരുടെ ഹൃദയത്തിൽ പകരപ്പെട്ടു? അവർ ദൈവത്തിന്റെ സംസർഗത്തിൽ മുന്നേറും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ക്രമീകരണം കൊണ്ട് ഏതൊരു വിഷയത്തിലും അവർ ദൈവസന്നിധിയിലേ ചെല്ലുന്നത്. മനുഷ്യന് മുമ്പ് പോകില്ല. ഈ മനുഷ്യന്റെ മുമ്പിൽ പോകുന്നവരെല്ലാം സംഘടനയിലുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ കേന്ദ്രത്തിലേക്ക് ഓടുക, അതിന് മുകളിലിരിക്കുന്നവരെ പിടിക്കുക. അത് ദൈവസന്നിധി ചെല്ലാറില്ല. എന്നാ കാര്യം? നമ്മൾ ചെന്ന് അന്വേഷിച്ചാലും കാണാം ദൈവസന്നിധിയിലൊന്നും ചെല്ലാറില്ല. ഇത് ഇവന്റെ മസിൽ പവർ കൊണ്ടാണ് മിക്കത് ഓടിച്ചോണ്ടിരിക്കുന്നത്. അതാണോ വേണ്ടത്? പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടവനാണോ നീ ദൈവസന്നിധി ചെന്നാൽ മതി. ബാക്കിയുള്ളവർ ഇത് അനുസരിച്ചില്ലേലും കുഴപ്പമില്ല. കാര്യം രക്ഷിക്കപ്പെട്ടില്ലല്ലോ. അടുത്ത് വായിച്ചേ. അവരുടെ ഇടയിൽ കണ്ടോ, ഇവരെ എവിടെ കിടക്കുന്നവരെ നമുക്ക് ഒന്നും കൂടെ അതിന്റെ 14-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥി. അതാണ് പറഞ്ഞ, അനന്യരായിട്ട് നിന്നാൽ അവന് മാർക്കറ്റ് ഇല്ലെന്നേ. അനന്യരായിട്ട് നിന്നാൽ അവന് മാർക്കറ്റ് ഇല്ല. അവനെ ആർക്കും വേണ്ട. വേണോ? ആരെല്ലാം അടുപ്പിക്കുവോ? അവരൊരു അങ്ങനെയൊന്നും അല്ലെന്നേ പോകണ്ട. അതൊക്കെ നമുക്ക് ഇച്ചിരി കുരുട്ടുബുദ്ധിയൊക്കെ ഇച്ചിരി ഉണ്ട്. കുരുട്ടുബുദ്ധിയൊന്നും മക്കളെ ദൈവരാജ്യത്തിൽ നിന്നെ എത്തിക്കുന്നില്ല. നീ ദൈവാത്മാവിനനുസരിച്ച് ജീവിച്ചോളാം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ. അനന്യരും പരമാർത്ഥികളും. എന്നോട് ഒരു സഹോദരനോട് പറഞ്ഞു, എന്റെ ബ്രദറെ ഇങ്ങനെ പരമാർത്ഥം വെച്ചോണ്ട് ഇന്ന് ഈ കാലത്ത് ജീവിക്കാൻ വേണമെന്ന്. എടാ, ഏത് കാലത്തും ദൈവ പൈതൽ പരമാർത്ഥതയോടെ ജീവിക്കാൻ കഴിയും. നീ പരാജയമാണെന്ന് വെച്ചോണ്ട് സ്തോത്രം മറ്റുള്ളവരെ ഒന്നും അങ്ങനെ എണ്ണമില്ല. ഹല്ലേലൂയ. നമ്മൾ റോട്ടിൽ നോക്കുമ്പോ അല്ലെങ്കിൽ വേണ്ട KSRTC ഡിപ്പോയിൽ ചെന്ന് നോക്കിയാൽ കുറെ വണ്ടി കട്ടപ്പുറത്തിരിക്കുന്നത് കാണാം, അല്ലെ?
അല്ലെ? അതൊക്കെ പഴയ വണ്ടികളാ, കുറേ പുല്ലും അതൊക്കെ കേറി എല്ലാം അടിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വിധി എഴുതാം, ഇവിടെ ബസ്സും KSRTC നിന്നുപോയി എന്ന് പറഞ്ഞാൽ ശരിയാണോ? റോട്ടിൽ കൂടെ ഓടുന്ന ഒത്തിരി വണ്ടിയുണ്ട്, ഒരു ട്രിപ്പ് പോലും മുടക്കാതെ ഓടുന്ന വണ്ടിയുണ്ട്. അതിന് കാരണം എന്നാ? ഈ കട്ടപ്പുറത്തിരിക്കുന്നതല്ല അതവിടെ വെച്ചേക്കുന്ന ചിലർക്ക് ദൃഷ്ടാന്തമായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ചിലർ ഇങ്ങനെ ആത്മിക ജീവിതം കട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അവന്റെ പ്രസംഗവും പാട്ടുമോ ഉപദേശം മുഴുവൻ നമുക്ക് ഇക്കാലത്ത് നമുക്കിങ്ങനെ പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടൊന്നും ജീവിക്കാൻ പറ്റില്ല ബ്രദറേ എന്ന് പറയും. അതേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കണം, ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. മനസ്സിലായോ? പദ്ധതി എന്നാ? നീ പാപത്തെ ജയിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, ദൈവരാജ്യത്തിൽ എത്തണം. അതാണ് പദ്ധതി. ചിലർ ഈ പദ്ധതി ഉണ്ടെന്ന് കേൾക്കുമ്പോ അതിന്റെ അവന്റെ പുറകെ വരുന്നത് വീടും വണ്ടിയും വിസയും ഗ്രീൻ കാർഡൊക്കെയാണ് മുള്ളിക്കൂടെ. അല്ല, അതല്ല വരുന്നത്. ദൈവരാജ്യം നിനക്ക് വേണ്ടി ഒരുക്കുന്നത്. പോകാൻ റെഡിയാണോ അങ്ങോട്ട്? ആമേൻ. വായിച്ചേ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കള്. അപ്പൊ മനുഷ്യരുടെ മക്കളൊന്നും നിഷ്കളങ്കരല്ല. മനസ്സിലായോ? ദൈവത്തിന്റെ മക്കളെ നിഷ്കളങ്കരുള്ളൂ. ദൈവത്തിന്റെ മക്കളാണ് നിഷ്കളങ്കരായിട്ട് ജീവിക്കും. നിന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നീ ദൈവസന്നിധിയിലേക്ക് വരും. മനുഷ്യനോടല്ല പരാതി, ദൈവത്തോടായിരിക്കും അവന്റെ കാര്യങ്ങളെല്ലാം. ഹല്ലേലൂയ. എന്നാൽ ചിലരെ സംബന്ധിച്ച് അതല്ല. ഹല്ലേലൂയ. എപ്പോഴും നിഷ്കളങ്കത്വം ജീവിതത്തിലില്ല. എന്തിനാ മകനെ നിന്നെ നിഷ്കളങ്കനാക്കി നിർത്തിയിരിക്കുന്നത്? അടുത്ത വാക്യം വായിക്കുന്നങ്ങനെ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവനുള്ള അല്ല വായിച്ചേ, തുടർന്ന് വായിച്ചേ. നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം വാദവും കൂടാതെ ചെയ്യുക. അപ്പോ ഇത് രണ്ടും ഇല്ലെങ്കിലാണ് പെറുവിറുപ്പും വാദവും. ഇന്ന് പല സംഘടനകൾക്കത് കിടന്നുകൊണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞു വാദമാണ്. പല പാനലുകൾ ചേർന്നിട്ട് വാദമാണ്, തമ്മിൽ വാദമാണ്. എന്നാ കാരണം? നിഷ്കളങ്കത്വം ഇല്ല ജീവിതത്തിൽ, പരമാർത്ഥതയില്ല. ഇത് രണ്ടും ഉണ്ടെന്ന് ഹൃദയത്തിൽ കൈവച്ചവൻ അവിടെ കിടന്നുകൊണ്ട് വേളച്ചില് കാണിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ അറിയാവുന്ന കുറെ പേരും ഇതിന്റെ പുറകെ ഒരു അവസരം കിട്ടണേന്ന് പറഞ്ഞ് പോകുന്ന കുറെ പേരുണ്ട്. കഷ്ടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഈ മാർഗവും അവന്മാരുടെ നടപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. വായിച്ചോ, ആ ഭാഗം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആരാ നിഷ്കളങ്ക മക്കള്? ദൈവത്തിന്റെ മക്കള് മാത്രമാ നിഷ്കളങ്കതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു വഴിയും വളഞ്ഞതും ചൊവ്വില്ലാത്തതുമായുള്ള കാര്യങ്ങളെ കാണിച്ചു കൊണ്ടുള്ളൂ. ആമേൻ. വായിച്ചോ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കണ്ടോ? നിങ്ങൾ അവിടെ എങ്ങനെയാ പ്രകാശിക്കുന്നത്? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കുക. അപ്പൊ അനുസരണം കെട്ടവരുടെ നടുവിൽ നീ റോൾ മോഡൽ ആകണം. അയ്യോ അതുകൊണ്ടൊരു ഗുണമില്ല കർത്താവേ, നിന്നെ അതിനെ വിളിച്ചേക്കുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അയ്യോ അതുകൊണ്ട് വേറെ ലാഭമൊന്നുമില്ലേ, നിന്നെ അതിനെ വിളിച്ചേക്കുന്നേ. ഞാനങ്ങനെ നിഷ്കളങ്കനും പരമാർത്ഥനായിട്ടിരുന്ന എന്നെ ഒരു മനുഷ്യനെ അറിയില്ല, നിന്നെ അതിനാണ് വിളിച്ചേക്കുന്നത്. കണ്ടോ? ലക്ഷ്യം തെറ്റി എവിടെ വരെ പോയി എന്നറിയാവോ? ഇന്ന് ചിലർക്ക് ഒരു എന്താ പറയുന്നത്, ഒരു മത്സരമായി തീർന്നേക്കും ആത്മീക വിഷയങ്ങൾ. നീയാണോ ഞാനാണോ, നിന്റെ പ്രസ്ഥാനം എന്റെ പ്രസ്ഥാനം, നിന്റെ ചർച്ച എന്റെ ചർച്ച, നിന്റെ സംഘടന എന്റെ സംഘടന, നിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ. ഇങ്ങനെയുള്ള സ്തോത്രം മത്സരത്തിലേക്ക് സഭകളിലെ ഓരോ വ്യക്തികളും പോയി. പരിശുദ്ധാത്മാവിനെയൊക്കെ വിട്ടിട്ട് വർഷങ്ങളായി. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമൊക്കെ പോയിട്ട് കുറെ വർഷമായി. ഞങ്ങൾ സംഘടനയിൽ വളരെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. ഹല്ലേലൂയ. ഇതാണോ വേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ ഇത് പ്രമാണിച്ച് കാണിച്ചു കൊടുക്കണം. അവരുടെ കണ്ണുകൾ കൊണ്ട് കാണണം നീ നേരെ ജീവിക്കുന്നത്. അവൻ കേൾക്കണം നീ സാക്ഷ്യത്തോടെ ജീവിക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകണ്ടേ? അവിടെ ചെന്ന് സാക്ഷ്യത്തോടെ നിൽക്കാനാണ്. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഒന്നും നമ്മളെ വിളിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമില്ല. നിഷ്കളങ്കതയോടും നിർമ്മലതയോടും നിൽക്കാനാണ്. ഇന്ന് പലതും വിട്ടുകളഞ്ഞിട്ട് പല മനുഷ്യരും പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളുടെ ഉള്ളറകൾ യെരൂശലേം ദേവാലയം പോലെ സ്തോത്രം ഹല്ലേലൂയ കള്ളന്മാരുടെ ഗുഹകൾ. മനസ്സിലാകുന്ന കള്ളന്മാരുടെ ഗുഹകൾ. കള്ളന്മാരിങ്ങനെ സീറ്റിട്ട് നിവർന്ന് നേരെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്താ കാരണം? ഇതാണ് ഇതിന്റെ കാര്യം. ഹല്ലേലൂയ. നിർമ്മലതായിരിക്കണം, നിഷ്കളങ്ക
മക്കളായിരിക്കണം. ഞാനൊരു കാര്യം പറയാം കേട്ടോ, പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെ നീ ക്രിസ്ത്യ ജീവിതം നയിച്ച നീ പരാജയപ്പെടില്ല. പിശാചും ഈ പറയുന്ന സകല കാറ്റഗറിയും പറയും, മകനെ മുമ്പോട്ട് അധികം പോകരുത്. ഞാൻ പറയാം, വിളിച്ചത് ദൈവമാണോ? ഇവനൊക്കെ തളർന്നു പോയാലും നീ ഫീൽഡിൽ കാണും. കാരണം വചനം മാറുന്നില്ല. ഇതിനെ ഹൃദയത്തിൽ ഏറ്റവനും മാറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വായിച്ചു അടുത്ത വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ എന്താ പ്രമാണിക്കേണ്ടതെന്ന്? നിന്റെ പ്രസംഗത്തിന്റെ അകത്തിൽ നിഷ്കളങ്കനായി നിൽക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിർമ്മലനായി നിൽക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലരുടെ അടുക്കിലേക്ക് നമ്മൾ ചെന്ന് സംസാരിച്ച് ഇടപെട്ടി എല്ലുമ്പോണ്ടല്ലോ, അവരിലെ പാപ സ്വഭാവം ഇങ്ങനെ അട്ടി കിടക്കുകയാണ്. പിന്നെ അഭിനയം എന്ന പിശാച് കൊടുത്തൊരു കലയുള്ളത് കൊണ്ട് ചിലരൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അഭിനയം ഭയങ്കരമാ. ഓസ്കാർ കൊടുത്താൽ മതിയാകത്തില്ല. അങ്ങനെയുള്ളതുകൊണ്ട് അഭിനയിച്ച് മുമ്പോട്ട് പോകണം. ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, നിന്റെ ഒരു അഭിനയം നിലനിൽക്കാത്ത സമയം മുമ്പിൽ വരും. ഈ ഭൂമിയിൽ തന്നെ വരും. ഹല്ലേലൂയ. നീ ശരിയായ നിന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം. വായിച്ചേ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് കണ്ടോ, നീ നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടെ നടക്കുമ്പോൾ, നിർമ്മലയോടും പരമാർത്ഥിയായി നീ നടക്കുമ്പോൾ നീ പ്രകാശിക്കാൻ തുടങ്ങും. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നിൽ നിന്നൊരു പ്രകാശം പുറപ്പെടും. ആ പ്രകാശം സൂര്യന്റെ പ്രകാശമല്ല, ചന്ദ്രന്റെ പ്രകാശമല്ല, നക്ഷത്രങ്ങളുടെ പ്രകാശമല്ല, ആത്മാവിന്റെ പ്രകാശം പുറപ്പെടും. ആത്മാവിൽ നിന്ന് തേജസ് പുറപ്പെടും. നിന്നെ വ്യത്യസ്തനാക്കി നിർത്തുന്ന നിന്നെ പകർന്ന അഭിഷേകമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന ശുശ്രൂഷ. ഇതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ. വായിച്ചേ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്നു ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം ശ്രദ്ധിക്കണം. അവരുടെ അവിടെ വായിച്ച അങ്ങനെ ഞാൻ ഓടിയത്. അപ്പൊ നമ്മുടെ ഓട്ടത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 2024 ഞാൻ എങ്ങനെ ഓടി, അതവിടെ റെക്കോർഡാണ്. എന്റെ ഇടപാടുകൾ എങ്ങനെ, റെക്കോർഡാണ്. വിത്ത് എവിഡൻസ് അവിടെ ഉണ്ട്. നീ ഏതിനോടൊക്കെ നോ പറഞ്ഞു, സ്വർഗം നോക്കുന്നുണ്ട്. ഏതിനൊക്കെ നീ കൈ കൊടുത്തു, സ്വർഗം നോക്കുന്നുണ്ട്. നിന്നിൽ എന്തോരം മാറ്റം വന്നു, കർത്താവ് നോക്കുന്നുണ്ട്. അപ്പോൾ ആ വായിച്ച വാക്യം നോക്കണം. അവിടെ വായിക്കുന്നത് അങ്ങനെ ഞാൻ ഓടിയതും കണ്ടോ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെയാണോ മകളെ നീ അധ്വാനിച്ചത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫലമുണ്ട്. വായിച്ചേ. അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. അടുത്ത എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. കണ്ടോ, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ നിർമ്മലതയും നിഷ്കളങ്കതയും പരമാർത്ഥതയും വിട്ടുകളഞ്ഞിട്ടൊരു കളിയില്ല. ആ വിഷയത്തിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം. ദൈവസഭയ്ക്കകത്ത് അന്യായങ്ങൾ പലതും നടക്കുമ്പോൾ ന്യായത്തിന് വേണ്ടി നിന്റെ നാവ് പൊങ്ങുന്നുണ്ടോ? നീതിക്ക് വേണ്ടി നീ നിൽക്കുന്നുണ്ടോ? പൗലോസ് ഇവിടെ പറയുന്നു, എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും. രക്തം പോയിട്ട് ഒരു പൂട പോലും പറയാൻ അനുവദിക്കില്ലല്ലോ. ചിലരുടെ അത് അങ്ങനെ പൊക്കോളും ബ്രദറെ, നമ്മളൊന്നും ചെയ്യേണ്ട, അത് അങ്ങ് പൊക്കോളുക, ഒരിടത്തും പോകില്ല. നിന്റെ അലസ മനോഭാവത്തിന് നിന്റെ മേൽ പ്രതിവിധി വരും. ഹല്ലേലൂയ. അലസ സ്വഭാവമുണ്ട് ഒത്തിരി പേർക്ക് വിശ്വാസ ജീവിതത്തിന്, പ്രയോജനമില്ല. ആമേൻ. അലസത, ക്രിസ്തീയ ജീവിതത്തിലെ അലസത. വായിച്ചേ, ആ വാക്യം തുറന്ന് വായിച്ചേ. രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും.
അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവീൻ, ആ എന്നോടുകൂടെ സന്തോഷിക്കുവീൻ. കണ്ടോ? അപ്പോൾ പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്ന സന്തോഷം എന്താണ്? നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ പരിശുദ്ധാത്മ നിറവിൽ സ്തോത്രം നീ സ്തോത്രം ചെയ്തെടുക്കുന്ന വിശുദ്ധിയുടെ പ്രവർത്തികൾക്കായിട്ട് നീ നിന്നെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ ചെയ്തെടുക്കുന്ന പ്രവർത്തികളെ ഓർത്താണ് സന്തോഷിക്കാൻ പൗലോസ് പറയുന്നത്. എന്നാൽ അവിടെ തന്നെ പലർക്കും സന്തോഷം കെട്ടുപോകും. യാഥാർത്ഥ്യങ്ങളും പരമാർത്ഥതകളും നോക്കുമ്പോൾ പലർക്കും സ്തോത്രം സന്തോഷം നഷ്ടപ്പെടും. എന്നാലും ദൈവത്തിന്റെ പ്രവൃത്തി ഒരു കാലത്തും മാറിപ്പോവില്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. സോ നമുക്ക് അവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അതിന്റെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം. 14-ന്റെ 4-ാം വാക്യം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വേഗം വായിച്ചു. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. സ്തോത്രം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെളിപ്പാട് പുസ്തകത്തില് സിയോൻ മലയിൽ വിശുദ്ധന്മാരെ അവിടെ കാണുവാൻ സാധിക്കും. അവിടെ ഒരു 144,000 പേരെ അവിടെ കാണുവാൻ സാധിക്കും. ഇവരെ കുറിച്ച് ഇവിടെ പറയുന്നത് അവർ കന്യകമാരാകയാൽ. ഹല്ലേലൂയ. ആ പദം വളരെ ശ്രദ്ധിക്കണം. അവര് സ്ത്രീകളല്ല, പിന്നെ ആരാണ്? കന്യകമാരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വിർജിനിറ്റി അവർ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ആ വിർജിനിറ്റി എന്താണ്? നമുക്ക് അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വളരെ സുപരിതമായൊരു ഭാഗം കിടപ്പുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം എടുത്തേ. അതിന്റെ അകത്ത് സ്തോത്രം നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമുണ്ട്. അത് ഇതും കൂടെ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ചിന്തിക്കണം. 10-ാം അധ്യായം അതിന്റെ 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. 25-ാം അധ്യായം 25-ാം വാക്യം, 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ. മത്തായി 25-ന്റെ 1. അവിടെ വായിക്കുന്നത്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. അപ്പൊ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ഉണ്ട്. ആമേൻ. ഇനി വായിച്ചോ. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. സ്തോത്രം. നമ്മൾ ഇത് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്ന 7 സഭകൾക്ക് സ്തോത്രം ഹല്ലേലൂയ 7 സഭകൾക്ക് ദൂത് എഴുതുന്ന ഭാഗം നമ്മൾ കാണുമ്പോൾ നമുക്കെല്ലാം അറിയാം ലവോദിക്ക സഭ അല്ലേ. നമ്മളെല്ലാരും പ്രസംഗിച്ച് മിക്ക പ്രസംഗങ്ങളും അവസാനിക്കുന്നത് ലവോദിക്ക സഭയുടെ കാര്യം പറഞ്ഞുകൊണ്ട്. ഡിസ്പെൻസേഷൻ തിയറിക്കകത്ത് ഈ കാലഘട്ടം ലവോദിക്ക പീരീഡാന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അംഗീകരിക്കുന്നില്ല, അത് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് 7 സഭകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ആ സഭ 7 സഭകളുടെ അകത്ത് പറഞ്ഞ ഓരോ വിഷയങ്ങളും ഇന്നത്തെ എല്ലാ സഭകൾക്കും ഈ 7 സഭകളുടെ കാര്യങ്ങൾ ബാധകം തന്നെയാണ്. അപ്പോൾ ലവോദിക്ക സഭയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഞാൻ ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ, അടുത്തത് സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും അറിയാതിരിക്കുകയാൽ തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട്
ബുദ്ധി പറയുന്നു. ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അടുത്ത്, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ആ ഞാൻ ശാസിക്കുകയും. ഇവിടെ ശ്രദ്ധിക്കണം, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുന്നു. അടുത്തത്, ആ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആ ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ മനസ്സിലാക്കണേ, ശാസനയും ശിക്ഷണവും ജീവിതത്തിൽ വന്നാൽ എന്ത് പ്രത്യേകത ഉണ്ടാവും അറിയാവോ? നീ ബുദ്ധിയുള്ളവനായി തീരും. ദൈവം പുറപ്പെടുവിക്കുന്ന, സ്തോത്രം, അനുവദിക്കുന്ന ശിക്ഷണത്തിന്റെ വെളിച്ചത്തിൽ നീ ബുദ്ധിയുള്ളവനായി തീരുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന 10 പേരില് 5 പേർക്ക് വിളക്കോടുകൂടെ എണ്ണ എടുക്കുവാൻ മറന്നുപോയി. മറന്നുപോയതാണോ അവിടെ വായിക്കുന്ന എന്താണ്? ബുദ്ധി ഇല്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. അപ്പൊ എണ്ണ ഇവിടെ ഉണ്ടായിരുന്നോ? എണ്ണ എടുക്കാൻ സമയം ഉണ്ടായിരുന്നോ? എണ്ണ ആവശ്യമുള്ളതാന്ന് അറിയാമായിരുന്നോ? ഹല്ലേലൂയ. ഈ ബുദ്ധി ഇല്ലാത്തവർക്കോട് ചോദ്യം, എണ്ണ ഇരിക്കുന്നത് നീ കണ്ടതാണോ? രണ്ടാമത്തെ ചോദ്യം, എണ്ണ ആവശ്യമാണെന്ന് അറിയാമായിരുന്നോ? എണ്ണ നിനക്ക് ആവശ്യം വരുമെന്ന് നിനക്ക് തോന്നിയോ? അപ്പോൾ മനസ്സിലാക്കണം, നിന്നിൽ ഇച്ഛിക്കുക എന്നും, സ്തോത്രം, ചിന്തിക്കുക, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്യത്തിന്റെ അകത്ത് എന്നും, ആ വാക്യം എന്താ വായിക്കുന്നത്? സ്തോത്രം, സ്തോത്രം. അവിടെ വായിക്കുന്നത്, സ്തോത്രം, അവിടെ വായിക്കുന്ന ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും. അപ്പോൾ നിനക്ക് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഇല്ലാതെ പോയോ? അപ്പോൾ പരിശുദ്ധാത്മാവ് അകത്ത് നിന്ന് നിനക്ക് ദൈവാലോചന നൽകിയപ്പോൾ അതനുസരിക്കാത്ത കൂട്ടരാണ് ഈ ബുദ്ധിയില്ലാത്തവർ. ആമേൻ. ഹല്ലേലൂയ. വായിച്ച് തുറന്ന് വായിച്ചേ. ഏതാ വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം തന്നെ വായിച്ചേ, 25 തുറന്ന് വായിച്ചോ. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. അപ്പൊ അവൻ ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും തിരുവുള്ള ഉണ്ടായി കർത്താവിന്. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. നീ നേരിടുവാൻ പോകുന്ന പ്രതിസന്ധിയിൽ, സ്തോത്രം, നീ മണവാളന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ഉണർവ് ഒരിക്കലും കിടരുത്. അതിനുവേണ്ടി നീ സ്വന്തം കരുതിയിരിക്കേണ്ട വചനവും കൃപയും നീ പ്രാപിച്ചിരിക്കണം എന്നുള്ളത്, സ്വന്തം ദൈവത്തിന്റെ ആത്മാവ് അവന് കൃപ കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. തുറന്ന് വായിച്ചേ. തുറന്ന് വായിച്ചേ. മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. കണ്ടോ? മണവാളൻ താമസിക്കുമ്പോൾ എല്ലാരും ഉറങ്ങുന്നുണ്ട്. ഈ ബുദ്ധി ഇല്ലാത്തവരുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? ചിലരുടെ നമ്മുടെ നാട്ടിൽ പോയി അന്തക്കണ്ണം വിട്ട് ഉറങ്ങുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചിലരുടെ കാര്യം ഒരു ബോധമില്ല, എന്നാ വരുന്നതെന്ന് ഒന്നും അറിയത്തില്ല. ഞെട്ടി എഴുന്നേക്കുന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് കയറി വരുന്നവരെ ചിലർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്, അല്ലേ? നരകത്തിൽ നിന്ന് കയറി വരുന്ന പോലെ ചിലർ ഉറക്കത്തിൽ നിന്ന് അറിയത്തില്ല. എന്നാന്നറിയാം, അത് ഈ ബുദ്ധിയില്ലാത്ത കന്യമാരുടെ ഉറക്കം ആ നിലവാരത്തിലായിരുന്നു. കാരണം ഇവരിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്, സത്യം പറഞ്ഞാൽ മണവാളൻ എന്റെ വിളക്ക് കത്തുന്ന സമയത്ത് വന്നാ പോകാം, ഇല്ലെങ്കിൽ പോട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ചിലരുടെ എനിക്ക് ഈ കൃപയൊക്കെ ഉള്ളൂ, ഇതിന്റെ ഉള്ളിൽ വന്നെങ്കിൽ പോകാം, എനിക്ക് ഇത്രയൊക്കെ പറ്റൂങ്കിൽ പോകാം. മനസ്സിലാവുന്നുണ്ട്? ഈ ലെവലിൽ നിൽക്കുന്നവരുണ്ട്. എന്നാൽ സിയോൻ മലയിൽ നിൽക്കുന്നവർ അങ്ങനെയുള്ളവരല്ല. ഹല്ലേലൂയ. വായിച്ചേ. തുടർന്ന് വായിച്ചോ. സ്തോത്രം. വേഗം താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുകയും എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. അതായത് ഇവര് യാതൊരു ഒരുക്കവും ഇല്ല. ഇവർക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിന് ഗൗരവമില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ട്. ഇതെവിടെ എത്തും, എത്ര നാൾ വരെയാണ്, എങ്ങനെ വേണം ഞാൻ ഓടുവാൻ, കർത്താവിന്റെ വരവിന്റെ ലക്ഷങ്ങളെല്ലാം നോക്കിയിട്ട് ഇനി എത്ര നാൾ
എന്റെ കയ്യിലിരിക്കുന്ന എണ്ണ അതിന് പ്രാപ്തമായതാണോ? എന്നിൽ പകർന്നിരിക്കുന്ന കൃപ അവന്റെ വരവരെ സ്വതം നിലനിൽക്കുവാൻ യോഗ്യമായതാണോ എന്ന് ചിന്തിക്കുവാനും, സ്തോത്രം, ആ വചനം പറയുന്നത് ഇച്ഛിക്കുവാനും ചിന്തിക്കുവാനും കർത്താവ് തിരുവുള്ളമുണ്ടായി പ്രസാദിച്ചവരെ നിലനിൽക്കത്തുള്ളൂ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ അപ്പോൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവൻ എണ്ണ എടുത്തപ്പോൾ ദൈവശബ്ദം കേട്ടവനെ എണ്ണ എടുക്കത്തുള്ളൂ. മറ്റുള്ളവരോ അത് ഇവര് പോകുന്നത് കണ്ട് പുറകെ പോകുന്ന. മനസ്സിലാക്കണം, ദൈവശബ്ദം കേട്ട് എണ്ണയെടുത്തവർ അവനോടുകൂടെ സ്വന്തം മണിയറയിൽ പ്രവേശിക്കട്ടോ. അവനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ പ്രവേശിക്കുവാനിടയായിട്ട്. വായിച്ച അടുത്ത വാക്യം. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുക. ഈ വാക്യം വളരെ പ്രസക്തി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സ്വാധീനിച്ച ഒരു വാക്യമായിരുന്നു. ആ വാക്യം കൊണ്ട് വായിച്ചേ. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ. ഈ നാളുകൾ ഇതുപോലെ ഇരുട്ടും സഭയെല്ലാം ഗാഢനിദ്രയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. രാഷ്ട്രീയവും പണവും സ്വാധീനങ്ങളും എല്ലാ മോഹങ്ങളും, ജഡലോമോഹങ്ങളും, ലോകമോഹങ്ങളും കയറിയിട്ട് സഭയങ്ങ് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോ ക്രിസ്തുവിൽ നിന്ന് വളരെ മാറിക്കിടക്കുകയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന്റെ നടുവിലാണ് ബുദ്ധിയുള്ള നീ, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അനിന്യരായി പരമാർത്ഥതയോട്. എന്തുകൊണ്ടാ ബുദ്ധിയുള്ളവര് അവിടെ വിളക്കെടുത്ത് എണ്ണയിലെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ മറുപടി ഉള്ളൂ: വക്രതയും കോട്ടം ഉള്ളവന്മാരെ കൂടെ പോരുന്നേ. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഭാഷ ഞാൻ പറയുന്നു. വക്രതയും കോട്ടം ഉള്ളവനെ കൂടെ പോരുന്നത്. അവരുടെ നടുവിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? അനന്യരും അനന്യരാകണം. പരമാർത്ഥമായിട്ട് കാര്യം പറഞ്ഞ് എന്നെ പറയണം, നിങ്ങൾ ഉള്ളടത്ത് പോയി മേടിച്ചോ സഹോദരങ്ങളെ എന്ന് സമാധാനത്തോടെ പറഞ്ഞല്ലോ. കണ്ടോ, പലരും അതിലാണ്. അർദ്ധരാത്രി പോവുക പുസ്തകത്തിൽ അവനും സമാധാനത്തോടെ പറഞ്ഞു വിടണം. ഇവിടെയൊക്കെ ചിലരുടെ വാക്കിൽ എന്നോട് സമാധാനത്തോട് പറഞ്ഞില്ല, എന്നെ ആശ്വസിപ്പിച്ച് പറഞ്ഞില്ല, എന്നോട് ദയോടെ പറഞ്ഞില്ല. മനസ്സിലാക്കണേ, വിളക്കുള്ളവൻ നിന്നോട് ഏത് വാക്ക് പറഞ്ഞാലും നീ ഇനി പോകാനിരിക്കുന്ന ഇരുട്ടിലേക്കാണ്. ഹല്ലേലൂയ, പോകാനിരിക്കുന്ന ഇരുട്ടിലേക്കാണ്. വായിച്ചേ ആ ഭാഗം. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഇനി ഒരു കാര്യം പറയാം. ഇതുപോലൊരു അനുഭവം യഹൂദന്മാരുടെ കല്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് ഇത് പറയുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇതുപോലെ മണവാളന്റെ വരവ് താമസിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പലരും തുടങ്ങിയിട്ടുണ്ട്. അതിന് വ്യക്തമായ തെളിവാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രസംഗങ്ങളില്ലാത്തത് മയക്കത്തിന്റെ അടയാളമാണ്. കർത്താവിന്റെ മടങ്ങി വരവിന്റെ ധ്വനി കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ കാരണമാണ്. എന്താണ്? അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. അടുത്തത് മേടിക്കാൻ പോയവരുടെ കാര്യം ഇവിടെ പറയുന്നില്ല, ഒരുങ്ങിയിരുന്നവരുടെ കാര്യം പറയുന്നുള്ളൂ. നമ്മളുടെ സഭകളുടെ പ്രസ്ഥാനങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ പോയവരെ നമ്മൾ കരുതണ്ടേ ബ്രദർ, അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കണ്ടേ ബ്രദർ. നിന്നിലെ കൃപ ഒഴുകണം. എങ്ങോട്ടാ? ഞാൻ ചോദിക്കട്ടെ, ആ ബുദ്ധിയുള്ളവരെടുത്ത തീരുമാനം രാത്രിക്ക് തന്നെ നിങ്ങളോട് ഉള്ളിടത്ത് പോയി മേടിച്ചോളാൻ പറഞ്ഞു വിടുന്നത് അത് ക്രൂരമല്ലേ, അനീതിയല്ലേ, അന്യായമല്ലേ? എന്നാൽ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അല്ലെന്ന് പറയേണ്ടി വരും. കാര്യം നീ ഒരുങ്ങാതിരുന്നത് നിന്റെ കുറവ്. വായിച്ച ആ ഭാഗം. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു.
അതിന് അവൻ, ആ. ഞാൻ നിങ്ങളെ അറിയുന്നില്ല ആ. എന്ന് സത്യമായിട്ട് ആ. നിങ്ങളോട് പറയുന്നു. അതായത് മനസ്സിലാക്കണം, സിയോൻ മലയിൽ നിൽക്കുന്നവർ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെങ്കിൽ, മണവാളന്റെ മടങ്ങി വരുവരെയും വിശുദ്ധിയെയും ദൈവകൃപയും സൂക്ഷിക്കുന്നവരാണ് സ്ത്രീകളോടുകൂടെ മലിനപ്പെടാതെ നിൽക്കുന്നവരെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അനിന്യരായിരിക്കണം, നിഷ്കളങ്ക മക്കളായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. അവർക്ക് മാത്രമേ മണവാളനോടുകൂടെ പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അടുത്ത വാക്യം വളരെ പ്രസക്തമാണ്. അവിടെ പറയുന്ന ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിക്കുവിൻ. അപ്പൊ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവരെയും നിന്നിൽ നിഷ്കളങ്കതയും പരമാർത്ഥതയും നിർമ്മല മനസ്സും നിസ്സോദം സൂക്ഷിച്ച് അവന്റെ വരുവരെയും തന്റെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നവർ മാത്രമാണ് സഹോദര പ്രിയനോടുകൂടെ എടുക്കപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. തന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കണം. ഹല്ലേലൂയ. അതിനാണ് സഹോദര പ്രവർത്തിക്കുക എന്നും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രസാദിക്കുന്നത്. നിന്റെ ഉള്ളത്തിൽ നീ എന്തു പ്രവർത്തിക്കണമെന്ന്, വിശുദ്ധിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പകരം ഈ അർദ്ധരാത്രിയിൽ തന്നെ നീ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അവിടെ മറ്റൊരിടത്ത് സ്തോത്രം ഇതുപോലെ തന്നെ സ്തോത്രം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ 7-ാം അധ്യായത്തില് സ്തോത്രം 7-ാം അധ്യായം സ്തോത്രം അതിന്റെ 13-ാം വാക്യം ഞാൻ വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അടുത്ത വാക്യം, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ സ്തോത്രം അവിടെ ഇത് കാണിച്ചു കൊടുക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ദൂതനോട് പറയുക, നീ കർത്താവെ നീ കാണുന്നുണ്ടല്ലോ, ഇത് ആരാ എന്താ ചോദിച്ചപ്പോൾ സ്തോത്രം അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മനസ്സിലാക്കണം, വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിച്ചത് വലിയ കഷ്ടമാ. വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം വളരെ വലിയത് തന്നെയാണ്. കാര്യം എന്നാണ്? അവിടെ നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനത്തിന്റെ അകത്ത് കാണുന്ന വാക്യം എന്താണ് അവിടെ പറയുന്നത്? വക്രതയും കോട്ടമുള്ളവരുടെ ഇടയിലെ നിന്റെ വിളക്ക് കെട്ടുപോകാതെ നിൽക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ. കണ്ടോ, പിറുപിറുപ്പും വാദവും ഇത് രണ്ടും കടന്നു വന്നതിന്റെ വിളക്ക് കെട്ടുപോകും. പിറുപിറുപ്പും വാദവും, പലതിനെ ചൊല്ലിയുള്ള പിറുപിറുപ്പ്, ലോകത്തെ ചൊല്ലിയുള്ള പിറുപിറുപ്പ്, അതൊക്കെ ഒന്ന് വിട്ടുകളയാം. ഹല്ലേലൂയ. പിറുപിറുപ്പും വാദവും, ഹല്ലേലൂയ, ഇത് രണ്ടും കൊണ്ട് വിളക്ക് കെട്ടുപോകും. ആമേൻ. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? സ്തോത്രം, നിഷ്കളങ്കരും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ സ്തോത്രം ചെയ്യുവിൻ. അവരുടെ ഇടയിൽ, കണ്ടോ, അവരുടെ ഇടയിൽ, ബുദ്ധി ഇല്ലാത്തവരുടെ ഇടയിൽ. ചോദിക്കുന്ന ചോദ്യം കേട്ടോ, എനിക്ക് താ, നീ പ്രാർത്ഥിക്ക്, എനിക്ക് ദൂത് പറ, എന്നെ നടത്ത്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കരുതിയില്ല. നീ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് വഴി തുറക്കുമായിരുന്നു. ബുദ്ധി ഇല്ലാത്തതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിക്കുന്നത്? അവരുടെ ഇടയിൽ നിങ്ങൾ. അപ്പോൾ ജീവന്റെ വചനം പ്രമാണിക്കുമ്പോൾ കെട്ടുപോകുന്ന വിളക്കുള്ളവരുടെ നടുവിലും കെട്ടുപോയ വിളക്കുകൾ ഉള്ളവരുടെ നടുവിലുമാണ്. കെടാൻ പോകുന്ന വിളക്കുകൾ, കെട്ടുകിടക്കുന്ന വിളക്കുകളുടെ നടുവിലാണ് നീ നിന്റെ വിളക്ക് സൂക്ഷിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത എന്താ വായിക്കുന്നത്? പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പ്രകാശിക്കേണ്ടത് എപ്പോഴാ? ബുദ്ധിയുള്ള കന്യകേ, നിന്റെ വിളക്ക് കത്തണമെന്നുണ്ടെങ്കിൽ ഈ വക്രതയും കോട്ടമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ആക്കി വെച്ചത് നിന്റെ സാത്താൻ കൊണ്ടേ ആക്കിയതല്ല, ഇത് ദൈവം തന്നെ ആക്കി വെച്ചേക്കുന്ന. ചില വസിക്കുന്ന ദേശങ്ങൾ മനുഷ്യർ പ്രതികൂലമാ. മകനെ, നിന്നിലെ വിളക്ക് കെട്ടാതെ സൂക്ഷിക്കണം. ഇത് ദൈവം നിന്റെ മേൽ ഇങ്ങനെ വരുത്തിയതാ. ആമേൻ. കരങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അല്ലെ, ആ വാക്യം ഒന്നുകൂടെ വായിച്ച വളരെ ഇൻസ്പയറിംഗ് ആ വാക്യം. അവരുടെ ഇടയിൽ, കണ്ടോ, ബുദ്ധിയില്ലാത്തവരുടെ ഇടയില്, അവരുടെ ഇടയിൽ നീ നിന്റെ വിളക്ക് കത്തുന്നുവെങ്കിൽ, നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം അതിന്റെ 14-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വായിച്ച വാക്യം, യജമാനൻ അറിയുന്നുവല്ലോ
എന്ന് പറഞ്ഞതിന് അവർ എന്നോട് പറഞ്ഞു, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. മനസ്സിലായി, വക്രതയും കോട്ടമുള്ളവരുടെ ഇടയിൽ നീ ജീവിക്കുന്നത് കഷ്ടമുള്ള കാര്യമാണ്. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് കണ്ടോ എന്തുകൊണ്ടാണ് മഹാകഷ്ടമായി തീർന്നത്? ഈ ലെവലിലുള്ളവരുടെ ഇടയിൽ വിശ്വാസം സൂക്ഷിക്കുന്നതിന് വളരെ വില കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിക്കാം. അവിടെ വായിക്കുന്നത് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ കണ്ടോ, നീ നിന്റെ അങ്കി അലക്കി വെളുപ്പിക്കുമ്പോൾ നിന്റെ ചുറ്റും സ്തോത്രം ഏത് നിലവാരത്തിലുള്ളവരായിരിക്കും? നിന്റെ ചുറ്റും നിന്ന് സംസാരിക്കുന്നത് ഏത് വിധത്തിലുള്ളവരായിരിക്കും? വക്രതയും കോട്ടവും ഉള്ളവരുടെ നടുവിലാണെന്ന് ഓർക്കണം. നീ നിന്റെ അങ്കി അലക്കി വെളുപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ചോദിക്കും, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത്, ഞങ്ങളുടെ ജീവിതത്തിൽ പോലും ഇടയില്ലാത്ത കാര്യത്തിനും അങ്ങനെ നിന്റെ കാര്യത്തിന് തന്നെ എത്ര പ്രത്യേകത ചോദിക്കും. കാരണം ഒരു കാര്യമുള്ളൂ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ വിളിച്ചപ്പെട്ടവനാണ്. യജമാനന്റെ കൂടെ ഭവനത്തിൽ പ്രവേശിക്കേണ്ടവനാണ് നീ. ആ ദർശനമില്ലാത്തവന്റെ ഇടയിൽ നീ ഇരിക്കുമ്പോൾ അവന്റെ വാക്ക് നീ കേൾക്കരുത്. ഹല്ലേലൂയ. ദൈവാത്മാവിനെ അനുസരിക്കാത്തവരും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാത്തവരുമായുള്ളവരുടെ ഇടയിലുള്ള കൂട്ടുകെട്ട് മാറ്റിക്കളഞ്ഞോണം കേട്ടോ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണോ, സൂക്ഷിച്ചു വേണം നിന്റെ ഈ ആയുസ് നീ ഓടി തീർക്കുവാൻ. ആമേൻ. അവിടെ വായിക്കുന്നു, വക്രതയും കോട്ടുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കൾ. നിങ്ങളുടെ അങ്കി അലക്കുമ്പോൾ നിങ്ങൾ നിഷ്കളങ്ക മക്കളായി തീരുകയാണ്. നിങ്ങളുടെ കുറവുകൾ ജീവിതത്തിൽ വന്നത് വാട്ടവും മാലിന്യവും കറകളെല്ലാം കുഞ്ഞാന്റെ രക്തത്താൽ നിങ്ങളുടെ കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുമ്പോൾ അത് കഴുകുവാൻ ഇടയായി തീരും. നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടു മാറുവാൻ ഇടയായി തീരും. അങ്ങനെ കണ്ണുനീരോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ നടക്കുന്ന നിന്നെ കണ്ടിട്ട് അളവിയ വിളക്ക് കെട്ടുപോയവനും വിളക്ക് പോലും കയ്യിലില്ലാത്തവനും നിന്നെ പരീക്ഷിച്ചെന്ന് വന്നേക്കാം, പരിഹസിച്ചെന്ന് വന്നേക്കാം, നിന്റെ അടുക്കൽ വന്നു നിരുന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ എല്ലാം ഒറ്റ ഉദ്ദേശമുള്ളൂ, നിന്നിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന്റെ ആ ജ്വാലയൊന്ന് കിടണം. അതാണ് പിശാചിന്റെ കയ്യാളുകളുടെ ഒറ്റ ഉദ്ദേശം. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്റെ ഉള്ളിൽ വന്ന കാര്യമാണ്. അവിടെ പറഞ്ഞ കാര്യം എന്താണ്? വിശുദ്ധന്മാർക്ക് കുഞ്ഞാണ്ട് മുമ്പാകെ അഗ്നി സ്തോത്രം. അതിന്റെ 7-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചേ തുടർന്ന് വായിച്ചേ. സ്തോത്രം വായിച്ചേ. ആര് എവിടെ നിന്ന് വന്നു? യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കാരണം എന്നാന്നറിയാവോ? ഈ രാത്രിയിൽ വന്നപ്പോൾ വിളക്ക് കത്തണമെന്നുണ്ടെങ്കിൽ അങ്കി അലക്കി കർത്താവിനായിട്ട് കാത്തിരുന്നത് കൊണ്ടാണ് മണവാളനെ കാണാൻ ആഗ്രഹം. നിങ്ങൾ എന്തിനാണ് ദിനം പ്രതി വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നതെന്ന് അറിയാവോ? യജമാനന്റെ മുമ്പിൽ ചെല്ലണമെന്ന് ഉള്ളത്തിൽ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇല്ലാത്തവൻ ഒരു പാപവും ഏറ്റുപറയില്ല ജീവിതത്തിൽ. യേശുവിനായിട്ട് കാത്തിരിക്കാത്ത ഒരുവനും അവന്റെ പാപം ഏറ്റുപറയത്തില്ല. അപ്പോൾ നീ എന്തിനുകൊണ്ടാണ് നീ അനുദിനം നിന്റെ കുറവുകളെ അങ്കി അലക്കുവാൻ ഇടയായി തീർന്നത്? യജമാനം വരുമ്പോൾ അവനോടുകൂടെ ഇരിക്കണം. ഈ അന്ധകാരം പിടിച്ച ഈ വഴിയല്ല എന്റെ ഭവനം എന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയല്ല നമ്മുടെ ഭവനം. എന്നാൽ ബുദ്ധിയില്ലാത്തവർക്ക് അവിടെ എങ്ങനെയും തൽക്കാലം ജീവിച്ചാൽ മതി. അവരുള്ളൊരു ആശയമുണ്ട്, അവിടെ 5 പേര് ഇരിപ്പുണ്ട്, അവരുടെ വിളക്ക് കത്തുന്നുണ്ട്, അവസരം വന്നാൽ എന്നെ അവർ സഹായിക്കും എന്നുള്ള ഒരു ചിന്തയാ. മനസ്സിലാക്കണം, ഈ വക ഒരു പ്രതീക്ഷയും ദൈവരാജ്യത്തിൽ നിന്നെ എത്തിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഭാഗം വായിച്ചു നിർത്തിക്കേ. അത് തീർന്നല്ലോ. നമുക്ക് വെളിപ്പാട് ദിവസം നമ്മൾ വായിച്ചു 7-ാം അധ്യായം നമ്മൾ വായിച്ചത്. അവിടെ സ്തോത്രം, അവിടെ വായിക്കുന്ന ആ ഭാഗം 15-ാം വാക്യം, 14-ന്റെ അവസാനം വായിക്കുന്നത് കുഞ്ഞാന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്ന 15-ാം വാക്യം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന്
ആലയത്തിൽ കണ്ടോ, എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ള കന്യകമാർ അങ്ങനെ ഒരുങ്ങിയിരുന്നത്? അവന്റെ സിംഹാസനത്തിൽ അവന്റെ മുമ്പിൽ ഇരിക്കണം, അവന്റെ മുഖം നോക്കി അവനെ ആരാധിക്കണം. ഈ വാഞ്ചയുള്ളവർ മാത്രമേ അവരുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുള്ളൂ. ഏറ്റു പറയുന്നത് ആരാണ്? അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ. അത് പ്രത്യാശയുള്ളവർക്ക് അത് സാധിക്കുന്നുള്ളത് പ്രാർത്ഥിക്കാൻ. ആമേൻ. വായിച്ചേ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ അവനെ ആരാധിക്കുന്നു. കണ്ട, രാപ്പകൽ അവനെ ആരാധിക്കുക. അപ്പൊ ഈ ദർശനമുള്ളവരാണ് മയങ്ങിയാലും അവർക്ക് വിളക്ക് കത്താനുള്ള എണ്ണ അവരിലുണ്ടെന്ന് ഉറപ്പുള്ളവരാണ് അവിടെ മയങ്ങിയത്. എന്നാൽ മണവാളന്റെ ആർപ്പ് വിളിക്കൽ ആത്മനിറവോടെ ഉണരുന്നവർ ദൈവ രാജ്യത്തിൽ എടുക്കപ്പെടും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നത് വെറുതെയല്ല, പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത് നീ മണവാളനോടുകൂടെ പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ മനസ്സിലാക്കണം, ഇതൊക്കെയും കണ്ടിട്ടും കേട്ടിട്ടും ഈ ബുദ്ധിയില്ലാത്ത കന്യമാരുൾപ്പെടെ അതുപോലെ ജീവിക്കുന്നവർ എവിടെ ചെല്ലുമെന്നും കൂടെ കാണണ്ടേ? അതും കൂടെ കാണണ്ടേ? അവരെവിടെ ചെല്ലുമെന്നും കൂടെ കാണണ്ടേ? അത് നമ്മൾ എടുത്ത 14-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 9-ാം വാക്യം 9ഉം 10ഉം നമുക്ക് വായിക്കാം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമോയിലോ മുദ്രയേൽക്കുന്നവർ. ഞാൻ പറയട്ടെ, ഈ കൃപായുഗത്തിന്റെ ഒടുവില് ഈ ദൈവത്തിന്റെ പ്രസാദ കാലഘട്ടത്തിന്റെ ഒടുവിൽ യേശു ക്രിസ്തുവിനെ മടങ്ങി വരുമെങ്കിൽ എടുക്കപ്പെടും. അതിനുശേഷം കൈവിടപ്പെടുന്നവർ എങ്ങോട്ട് പോകും? മഹോപദ്രവത്തിലേക്ക് പോകും. എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കാത്തവർ കൈവിടപ്പെട്ട് മഹോപദ്രവത്തിലൂടെ കടന്നു ചെന്നാൽ ചെല്ലുന്നവനെല്ലാം എന്ത് ചെയ്യും? മുദ്രയേൽക്കും. ഇവിടെ ഒരിത്തിരി സംഘടനയായിട്ട് ഇന്നത്തെ എല്ലാ ക്ലാസിക്കൽ ചർച്ചുകൾ ഓരോ വിങ്ങായിട്ട് ഓരോ ശാഖകൾ ഇതിന്റെ കീഴിലേക്ക് പോയിരിക്കും. ആമേൻ. അവരവിടെ ചെന്ന് മുദ്രയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കേട്ടോ. അവർ അങ്ങനെ മുദ്രയേൽക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? 7 വർഷം മുദ്രയേൽക്കാതെ പിടിച്ചു നിൽക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പൊ ചിന്തിക്കും, ഞങ്ങൾ ഏതെങ്കിലും മലയും പാറയുടെ ഇടയിലൊക്കെ പോയിരിക്കണം. ഞാൻ പറയട്ടെ, ഭൂമി ആകാശത്തിൽ 6-ാം മുദ്ര പൊട്ടിക്കുക. അത് പൊട്ടിക്കുമ്പോ പിന്നെ അവശേഷിക്കാൻ ഒന്നും കാണത്തില്ല. ഇതിന്റെ ഇടയിൽ നീ തന്നെ വെള്ളം കുടിച്ച് സുഖമായിട്ട് ഒരിടത്ത് പോയി ഒളിച്ചു പാത്തിരിക്കുന്നാണ് പറയുന്നത്. 10 മിനിറ്റ് ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഇല്ലെങ്കിൽ ജീവിക്കാത്തവന്മാരായി പറയുന്നത്. ഒരു 10 മിനിറ്റ് കറണ്ട് പോയാൽ, AC ഇല്ലെങ്കിൽ, ഫാൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ മേലാത്തവരായി പറയുന്നേ. പെട്രോളും ഡീസലും EVയും ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റാതെ ജീവിക്കുന്നവരാന്ന് ഓർക്കണം ഇത് പറയുന്നത്, അല്ലേ? കൊള്ളാം. ഹല്ലേലൂയ. ഉപവാസം എടുക്കാൻ പറഞ്ഞ ഒരു ദിവസം ഇരുന്നിട്ട് കണ്ണും തള്ളിയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരാണ് 7 വർഷം തീറ്റയും കൂടി ഇല്ലാതെ അതിനെ അലക്ഷ്യമാക്കി കാണുന്നത്. ഇതിനെയൊക്കെ കഷ്ടപ്പെടണോ? അതിനു മുമ്പ് കർത്താവിന്റെ വരങ്കിൽ പോയാ പോരെ? നീ എന്തിനാ ആ പരീക്ഷയിലൂടെ പോകുന്നത്? നീ സാഹസപ്രിയനാകരുത് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണം, മുദ്രയേറ്റവന്റെ അവസ്ഥ എന്താണെന്ന് കൂടെ ശ്രദ്ധിക്കണം. പെന്തക്കോസ്തുകാരൻ കൈവിടപ്പെട്ടവൻ മുദ്രയേറ്റിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് കൂടെ കേട്ടോ. ആ വാക്യം എന്താ വായിക്കുന്നു? ഒന്ന് വായിച്ചേ. ആ വാക്യം വായിച്ചേ. 14-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 9-ാം വാക്യം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവം മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ ചെല്ലുന്നത്? വിശുദ്ധന്മാരുടെ ഒപ്പമാണ് പറയുന്നത്. ആണോ? ദൈവസഭയെ സ്വതന്ത്ര വിശുദ്ധന്മാരെടുക്കപ്പെട്ടതിന്റെ കൂടെ മഹോദരത്തിൽ പോയി പെന്തക്കോസ്തുകാർ അവിടെ ചെല്ലുവോ? ചെല്ലത്തില്ല. അവിടെ എവിടെ ചെല്ലൂ എന്ന് ഇവിടെ വചനം പറയുന്നത്. എന്താ പറയുന്നത്? ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ആരുടെയൊക്കെ മുമ്പാകെയാ? വാക്യം പറയുന്നേ? സ്വതന്ത്രം വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ. ആ 10-ാം വാക്യം കണ്ടോ? ആരുടെ വിശുദ്ധന്മാരാരാ? ഓക്കെ. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് 100 വട്ടം വിളിച്ച് ഒരു ഉപദേശം പോലും അനുസരിക്കാതെ മഹോദരത്തിലേക്ക് ചെന്ന് മുദ്രയേറ്റിട്ട് നരകത്തിൽ ചെന്ന് ഗന്ധകം ചെന്ന് കത്തുമ്പോ നീ അവിടെയാണ് ലേക്ക് ഓഫ് ഫയർ ഉള്ളത്. മനസ്സിലായി? ലിക്വിഡ് ഫയർ ഒക്കെ അവിടെയാണ്. ലിക്വിഡ് ഫയർ കിടന്നുകൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോൾ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കും. നീ നീക്കത്ത് കിടന്നുകൊണ്ട് ഗ്ലോറി പറയുന്നത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കും. ആമേൻ.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇത് തിരിച്ചറിയാതിരിക്കരുത്. ആമേൻ. സിയോൻ മലയിൽ അവനോടുകൂടെ നീ വരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാളുകളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ്. സോ നീ നിന്റെ അങ്കി അലക്കി വെളുപ്പിക്കണം. ഹല്ലേലൂയ. നിന്റെ അങ്കി അലക്കി നീ വെളുപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സഹോദരൻ, നീ ഇന്ന് പകൽ നേരം ദൈവസന്നിധിയിലായിരിക്കുവാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ഗ്രഹിക്കുവാനും കർത്താവ് നമ്മളെ സഹായിച്ചതിനോട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരൻ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലാണ് സഹോദരൻ അതിന്റെ 13-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അങ്കി അലക്കി നാം വെളുപ്പിക്കണം. ആമേൻ. ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. 13 മുതൽ. മൂപ്പന്മാർ ഒരുത്തൻ എന്നോട് വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. നീ കർത്താവിനെ രാപ്പകൽ ആരാധിക്കുവാൻ, അവന്റെ മുമ്പാകെ ഇരിക്കുവാൻ, സിയോൻ മലയിൽ അവനോടുകൂടെ ഇരിക്കുവാൻ, ഹല്ലേലൂയ, യാതൊരു മലിനതയും പറ്റാതെ വണ്ണം. ഹല്ലേലൂയ. എബ്രായ ലേഖനം പറഞ്ഞു, ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. 12-ാം അധ്യായത്തില് ഇതുപോലെ നമുക്ക് യോഗ്യമല്ല ഈ ലോകം. നമ്മൾ ഒരുക്കപ്പെടണമേ. നമ്മുടെ വിളക്ക് കത്തുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഇന്ന് പകൽ നേരം കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ചെടുത്ത് വരുവാൻ, കർത്താവ് അങ്ങയുടെ പൊന്നുമുഖത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്തു. കർത്താവേ, ദൂരത്തിൽ ചാരുതമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ മഹത്വമുള്ള കരം ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആ സിയോൻ മലയിൽ കർത്താവേ, അല്ലെങ്കിൽ നിന്നെ നിത്യം സ്തുതിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ കർത്താവെ ഞങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. അനിന്യരും അല്ലെങ്കിൽ നിഷ്കളങ്കമൊക്കെ മക്കളും ഹൃദയപരമാർത്ഥികളുമായി കർത്താവെ വക്രതയിൽ കോട്ടമുള്ള ഈ തലമുറയുടെ നടുവില ഞങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ പരിശുദ്ധ പിതാവിനെ സഹായിക്കണമേ. ഞങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുവാൻ, അനേക വിളക്ക് കർത്താവെ കെട്ടുപോകുമ്പോൾ, അനേക കർത്താവിനെ വിട്ടുപോകുമ്പോൾ നിനക്ക് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പകൽ നേരം അതിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു. കർത്താവെ, കർത്താവ് വചനം ശുശ്രൂഷിക്കുവാൻ, അങ്ങനെ വചനത്തിന്റെ മർമ്മങ്ങളെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമേ. ഓൺലൈൻ കണ്ടുപിടിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുമാറാകണം. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഈ പകൽ നേരം ദൈവവചനത്തിലൂടെ കേൾക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം